ഇന്നിവിടെ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി ഗീത സുഭാഷിനെ പാറക്കണ്ടമായ SNDP സഹായക എന്ന പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിഷയത്തെ അംഗീകരിച്ച് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ഗീത സുഭാഷിനെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീചികേ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാം വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ കലിയുഗവരദായകനായ ശ്രീനാരായണ പരമഹംസദേവന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമമർപ്പിക്കുന്നു. SNDP യോഗം അടൂർ യൂണിയൻ 1255 നമ്പർ പാറക്കര ഇടമാലി ശാഖായോഗത്തിന്റെ ഏറെ ആദരണീയനായ പ്രസിഡന്റ് കെ ഹരിലാൽ, വൈസ് പ്രസിഡന്റ് ശ്രീമതി സ്നേഹലത സത്യദാസ്, സെക്രട്ടറി PK ഭാസ്കരൻ, മറ്റ് ശാഖാ കമ്മിറ്റി മെമ്പർമാര്, വനിതാ സംഘത്തിന്റെ ബഹുമാന്യരായ ഭാരവാഹികളെ, കമ്മിറ്റി മെമ്പർമാരെ, അതേപോലെ യൂത്ത് മൂവ്മെന്റിന്റെ ഭാരവാഹികൾ, അംഗങ്ങൾ, മറ്റ് ശാഖായോഗത്തിലെ എല്ലാ പ്രവർത്തകരെ, അടൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരു നാരായണ സേവാനികേതൻ നടത്തുന്ന പഠന ഗ്രൂപ്പിലെ എൻ്റെ സഹപഠിതാക്കളായ എല്ലാവർക്കും എൻ്റെ വിനയമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കൃപാതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് 2 ഗുരുവചനങ്ങൾ പറയുവാൻ സാധിക്കുന്നത്. അതിന് ആ മഹാത്മാവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതിന് നിമിത്ത കാരണമായ ഈ ശാഖായോഗത്തിലെ എൻ്റെ സഹപഠിതാക്കളായ എല്ലാവരുമുണ്ട്. അതിൽ സ്നേഹലത ചേച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതിന് ഈ അവസരത്തിൽ നമ്മൾക്ക് അതീവ ദുഃഖമുണ്ട്. അതിന് ഭഗവാനോട് നമ്മൾ എല്ലാവരും പ്രാർത്ഥന നമ്മളുടെ എല്ലാവരുടെയും ഉണ്ടാകണം. 1255 നമ്പർ പാറക്കര ശാഖയിൽ തോലുഴം ശാഖായോഗത്തിൽ എത്തിച്ചേർന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം ആദ്യം തന്നെ പറയട്ടെ. വളരെ ആത്മനിർവൃതിയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവിടുത്തെ ശാഖായോഗത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ മഹത്വം ബൃഹത്വമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഈ ശാഖായോഗത്തിന്റെ ഭാരവാഹികളെ ഏറെ ആദരപൂർവം അഭിനന്ദനം അറിയിക്കുകയാണ്. അതേപോലെ വനിതാ സംഘത്തിന്റെ പ്രവർത്തനവും വളരെ നല്ല രീതിയിലാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ പ്രാർത്ഥന എല്ലാം തന്നെ വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുകയാണ്.
നമ്മളുടെ ഇവിടുത്തെ വിഷയം ഗുരുഷട്കത്തിലൂടെ ഗുരുവിന്റെ ഈശ്വരീയത എന്ന വിഷയമാണ്. പരോപകാരത്തിന്റെ മഹാപുണ്യമായി അവതരിച്ച കലിയുഗവരദായകനായ ശ്രീനാരായണ പരമഹംസദേവൻ മതങ്ങൾക്കതീതമായി മനുഷ്യൻ എന്ന മഹാമന്ത്രം ആദ്യമായും അവസാനമായും ഓടിത്തന്ന മത ആത്മീയതയിൽ നിന്നും മത അതീത ആത്മീയതയിലേക്ക് ഒരു ജനതയെ നയിച്ച വിശ്വഗുരുവായ ശ്രീനാരായണ പരമഹംസദേവൻ ഇവിടുത്തെ പ്രവർത്തനങ്ങള് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഗുരുവിനെ കൂടുതൽ അറിയുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. ആ സഹകരണവും സ്നേഹവും എന്തായാലും എന്നും ഓർമ്മിക്കപ്പെടും. അതിന് യാതൊരു സംശയമില്ല. ഞാനും പല ശാഖായോഗത്തിലും തന്നെയുമല്ല എൻ്റെ ശാഖായോഗത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. എന്തായാലും ഗുരുവിന്റെ അനുഗ്രഹം തീർച്ചയായും മഹാമനസ്കരായ ഈ ശാഖായോഗത്തിലെ അംഗങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിന് സംശയം ഒട്ടുമേയില്ല. അറിഞ്ഞെടുത്തെത്തുന്നവരുടെ അന്ധതയെ ഇല്ലാതെയാക്കി ആദിമഹസായ ആത്മാവിലേക്കുള്ള നേരായ വഴി കാട്ടിത്തരുന്നവനാണ് പരമമായ ഗുരു, പരദൈവം തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഗൃഹസ്ഥ ശിഷ്യനായ മഹാകവി കുമാരനാശാൻ ഗുരുസ്തവം എന്ന കൃതിയിലൂടെ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഗുരുസ്തവം എന്ന കൃതി ചൊല്ലാറില്ലേ? എപ്പോഴും ഉണ്ടല്ലോ. അതിൽ എവിടെയാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്? ആരാഞ്ഞടുത്തെത്തുന്നവരുടെ അന്ധതയെ ഇല്ലാതെയാക്കി ആദിമഹസായ ആത്മാവിലേക്കുള്ള നേരായ വഴി കാണിച്ചു തരുന്നവനാണ് പരമമായ ഗുരു. ഏത് ശ്ലോകമാണത് അറിയാമോ? ആരായുകിലന്തത്വം ഒഴിച്ചാദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾ കവിടും നാം നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. അർത്ഥം അറിഞ്ഞാണോ നമ്മൾ ചൊല്ലുന്നത്? അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ കൃതിയും അർത്ഥമറിഞ്ഞൊന്ന് ചൊല്ലൂ. അപ്പോൾ നമ്മൾക്ക് ഗുരു ആരാണെന്ന് മനസ്സിലാകും. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? അറിയുവാനായി അടുത്തെത്തുന്നവരുടെ അന്ധതയെ ഇല്ലാതെയാക്കി ആദിമഹസായ ആ പരമാത്മ ചൈതന്യത്തിലേക്കുള്ള നേരായ വഴി കാട്ടിത്തരുന്ന ഗുരു പരമമായ ദൈവം തന്നെയാണ് എന്നാണ് നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ യോഗ്യതയുള്ള ഭഗവാൻ അങ്ങ് തന്നെയാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? നമ്മളത് അറിയാതെ പോകുന്നു. അതാണ് കഷ്ടം. ഗുരു ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഗദ്യപ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഗദ്യപ്രാർത്ഥന നമ്മളിവിടെ ചൊല്ലിയതാണ് അല്ലേ? അതിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്, നാം ശരീരമല്ല, എന്താണ്? അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ചൊല്ലത്തില്ലേ? ചൊല്ലുന്നുണ്ട്. എങ്കിലും ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്നോ? ഇല്ല. ആത്മവിലാസം എന്ന ഒരു കൃതിയുണ്ട്, ഗുരുവിന്റെ ഗദ്യകൃതിയാണ്. അതിൽ ഗുരു പറയുന്നുണ്ട്, ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെവിയില്ലാതെ കേൾക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ചിത്പുരുഷനാകുന്നു. ഓ, നാമും ദൈവവും ഒന്നായിരിക്കുന്നു. നാം ദൈവത്തോട് ഒന്നായി പോകുന്നു. അപ്പൊ ദൈവം തന്നെയല്ലേ? ദൈവം തന്നെയാണ്. ആ അറിവ് എന്നാണ് ആ ഈശ്വരന് കൊടുത്തിരിക്കുന്ന പേര്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് നിത്യവും പാരായണം ചെയ്യുമെങ്കിലും നമ്മൾക്ക് ഇപ്പോഴും സംശയമാണ്, ആര്? ഗുരു ആരാണ്? ദൈവമാണോ? മനുഷ്യനല്ലേ? നിങ്ങളിൽ പലരുടെ സംശയമില്ലേ? നമ്മൾക്കിടയിലൂടെ നടന്ന മനുഷ്യൻ എങ്ങനെയാണ് ദൈവമാകുന്നത് എന്ന്? പക്ഷെ നിങ്ങളോട് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടുത്തെ ആ പ്രവർത്തനം അതുപോലെ മെച്ചപ്പെട്ടതാണ്. അങ്ങനെ ആ ഗുരു ആരാണെന്ന് നമ്മൾക്കിപ്പോഴും പലർക്കും സംശയമാണ്. സംശയമുള്ളവരുണ്ടോ? ഗുരുദൈവമാണോ ഇല്ലയോ എന്ന്? സാമൂഹ്യ പരിഷ്കർത്താവായും നവോത്ഥാന നായകനുമായും അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എങ്ങനെയാണ് ദൈവമാകുന്നത്? അതറിയണമെങ്കിൽ ഗുരു ആരെന്നും ദൈവം ആര് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം.
ഗുരുവിനെ ആൾ ദൈവമായി ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് തക്ക മറുപടി കൊടുക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ആർജവം ഉണ്ടാകണം. അങ്ങനെ ആർജവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തൃപ്പാദങ്ങളാൽ വിരചിതങ്ങളായ തൃപ്പാദങ്ങളുടെ തിരുവുള്ളത്തിൽ നിന്നും ഊറി വന്ന 64ഓളം വരുന്ന കൃതികൾ മനനം ചെയ്ത് മനസ്സിലാക്കണം, തത്വവിചാരം ചെയ്യണം. കൂടാതെയോ ഗുരുവിന്റെ ശിഷ്യന്മാരാൽ രചിക്കപ്പെട്ട കൃതികളും മനനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടാകുന്നത്. ഒരു മഹാത്മാവിനെ മനസ്സിലാക്കണമെങ്കിൽ ആ മഹാത്മാവ് അനുവർത്തിച്ച ജീവിതം കൊണ്ടും തത്വദർശനങ്ങൾ കൊണ്ടുമാണ്. തപസ്സാണ് ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നത്. തപസ്സിലൂടെ ശങ്കരൻ ശ്രീ ശങ്കരാചാര്യരായി, മുഹമ്മദ് നബിയായി, യേശു ക്രിസ്തുവായി, ചെമ്പഴന്തിയിലെ നാരായണൻ മരുത്വ മലയിലും മറ്റും ചെയ്ത കഠിന തപസ്സിലൂടെ ശ്രീനാരായണ ഗുരുവായി, ശ്രീനാരായണ പരമഹംസദേവനായി, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മനിഷ്ഠനായി, പരബ്രഹ്മമായി, പരദൈവമായി. ആ ഗുരുവിനെ നമ്മൾ വേണ്ടവണ്ണം അറിയുന്നില്ല. അതാണ് നമ്മൾക്കുള്ള ഒരു ഏറ്റവും വലിയൊരു കുറവ്. ആ ഗുരുവിനെ അറിഞ്ഞ് ആ ദർശനങ്ങളെ അനുവർത്തിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ശാന്തി സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കും. 1855 ഓഗസ്റ്റ് 28 ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി തിരുവവതാരം ചെയ്ത ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ 12ാമത്തെ വയസ്സിൽ ആദ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 12ാമത്തെ വയസ്സിലാണ് കായംകുളത്തിനടുത്തുള്ള വാർണപ്പള്ളി തറവാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോയത്. വാർണപ്പള്ളി തറവാട്ടിൽ കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ചേവണ്ണൂർ കളരിയിലായിരുന്നു വിദ്യ അഭ്യസിച്ചിരുന്നത്. പോയിട്ടുണ്ടോ വാർണപ്പള്ളിയിൽ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പോകണം, ഗുരുവിനെ നമ്മൾ പഠിക്കണം. നമ്മൾക്ക് ഇങ്ങനെ പോകാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ആ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരു ഭഗവാനെ, നീ ദൈവം തന്നെയാണ്, ആ ദൈവത്തെ കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ഓടി നടക്കുന്നത് എന്ന്. അപ്പോൾ ഈ വാർണപ്പള്ളിയിൽ നിന്ന് വാർണപ്പള്ളിയിൽ വിദ്യാഭ്യാസത്തിന് പോയി കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അവിടെ ചേവർന്നൂർ കളരിയിലായിരുന്നു വിദ്യ അഭ്യസിച്ചിരുന്നു എങ്കിലും വാർണപ്പള്ളി തറവാട്ടിലായിരുന്നു ശിഷ്യന്മാരുടെ താമസം. ആ വാർണപ്പള്ളി തറവാട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചെമ്പക ചുവട്ടിൽ തൃപ്പാദങ്ങൾ, അന്ന് നാണുമാണ്, നാരായണൻ നാണു, ആ നാണു ധ്യാന നിമഗ്നനായിരിക്കുമായിരുന്നു നിത്യവും. ആ ധ്യാനത്തിന്റെ അനുഭൂതിയിൽ നിന്നും നമുക്ക് രചിച്ചു തന്ന കൃതിയാണ് ആദ്യത്തെ കൃതി. ഏതാണെന്നറിയാമോ? ശ്രീകൃഷ്ണ ദർശനം. ചൊല്ലാറുണ്ടോ? ശ്രീകൃഷ്ണ ദർശനം എന്ന ആദ്യത്തെ കൃതി രചിച്ചു തന്നത് വാർണപ്പള്ളി തറവാട്ടിലിരുന്ന് ധ്യാന നിമഗ്നനായിരുന്നപ്പോൾ ആ അനുഭൂതിയിൽ നിന്നായിരുന്നു നമുക്ക് ആ കൃതി രചിച്ചു തന്നത്. എന്താണ് ആ കൃതി? ഭൂയോ വൃത്തി നിവർത്തയായി സകലവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദിവ്യപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും ആകായാവിൻ മലർമേനി കൗസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം. എന്താണ് അത് ഈ പറയുന്നത്? പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളടക്കി ആത്മാവിൽ ലയിപ്പിച്ചിരുന്ന വേളയിൽ പ്രപഞ്ചവും ആത്മാവിൽ ലയിപ്പിച്ച് ഏകാത്മകമായി ഭവിച്ച അവസരത്തിൽ അവിടെ ഒരു അമൃത സമാനമായ ഒരു ഉറവ പൊട്ടുകയും ഒപ്പം ദിവ്യമായ ഒരു പ്രകാശമുണ്ടാവുകയും ആ ദിവ്യമായ പ്രകാശത്തിൽ എനിക്കെന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ എഴുന്നള്ളത്ത് ദൃശ്യമാവുകയും ചെയ്തു എന്നാണ് നാണു ആ ആശാനെ ചൊല്ലിക്കേൽപ്പിച്ചത്. ആശാൻ അത്ഭുത സ്തബ്ധനായി വാ പിളർന്നു പോയി എന്നാണ് വായിക്കാൻ സാധിച്ചത്. കാരണം
ശ്രീകൃഷ്ണ ഭക്തനായ ആശാന് ലഭിക്കാത്ത ആ അനുഗ്രഹമാണ് നാണുവായ എന്റെ ശിഷ്യന് ലഭിച്ചത്. അപ്പോൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് തന്റെ ശിഷ്യനെന്ന് ആ ഗുരു മനസ്സിലാക്കിയിരുന്നു. കുമ്മംപിള്ളை രാമൻപിള്ളை ആശാൻ ഇത് കേട്ട് അത്ഭുതത്തോടെ പറഞ്ഞു, നാണു, ശ്രീകൃഷ്ണ പരമാത്മാവിനെ വർണ്ണിക്കുന്നത് ഒന്നുകൂടി വിശദീകരിക്കാമോ, വിശദമായി ഒന്ന് വർണ്ണിച്ചു തരൂ എന്നാണ് നാണുവിനോട് പറഞ്ഞത്. അപ്പോൾ ആ ശിഷ്യൻ ഗുരുവിന് വേണ്ടി രചിച്ചു കൊടുത്ത കൃതിയാണ് രണ്ടാമത്തെ കൃതി, നമ്മൾ ചൊല്ലുന്നതാണ് ശ്രീവാസുദേവാഷ്ടകം. അത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വർണ്ണനയാണ്. ശ്രീവാസുദേവ അഷ്ടകം ഒന്ന് ചൊല്ലിക്കേ. ശ്രീവാസുദേവാഷ്ടകം. ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദഗി ഭയനിവാരണ ചക്രപാണി ശ്രീവത്സ വത്സ സകലാമയമൂലനാശിൻ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയം മേ. ഭഗവാൻ ആരാണെന്ന്? നിവാരണനാണ് ഭഗവാൻ. ഭയനിവാരണനായ ആ ഭഗവാനെ നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മൾ ആ പാദത്തിൽ സമാശ്രയിക്കുക. അപ്പോൾ അവിടെ നിന്നും കുമ്മംപിള്ളை രാമൻപിള്ള ആശാന്റെ അടുത്തു നിന്ന് സംസ്കൃത ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം തിരികെ ചെമ്പഴന്തിയിലേക്ക് വന്നു. അവിടെ കുടിപ്പള്ളിക്കൂടം കെട്ടി കുട്ടികൾക്ക് അക്ഷരവിദ്യ അഭ്യസിച്ചു. അങ്ങനെ ആശാനായി മാറുകയാണ് ചെയ്തത്. ആ ആശാനായി മാറിയ ആ സമയത്തും അവധൂതനായി പല സ്ഥലങ്ങളിലും നടക്കുമായിരുന്നു. അങ്ങനെ വീട്ടുകാർ വിചാരിച്ചു എന്തായാലും വിവാഹം കഴിപ്പിക്കുക തന്നെ. അങ്ങനെ വീട്ടുകാർ തീരുമാനിച്ചു. എങ്കിലും ഭഗവാൻ വഴങ്ങിയോ? തന്റെ ലക്ഷ്യം ഇതല്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു. അങ്ങനെ ചിന്തിച്ച് എവിടേക്ക് പോയി? മരുത്വാമലയിലേക്ക് കഠിന തപസ്സിനായി ഗുരു പുറപ്പെട്ടു. അപ്പോൾ എന്താണ് ഭഗവാന്റെ ലക്ഷ്യം എന്ന് സദാശിവ ദർശനത്തിലെ 4-ാമത്തെ മന്ത്രത്തിൽ പറയുന്നുണ്ട്. ദൈവമേ നിനയ്ക്ക് നീയും ഞാനും ഒന്നു തന്നെയെന്നോ കൈവരുന്നതിന്നിതെന്നി അടിയനെല്ല കാംക്ഷിതം. ദൈവമേ, നീയും ഭക്തനായ ഈ ഞാനും ഒരേ ബ്രഹ്മസത്യം എന്ന് അനുഭവിച്ചറിയുക മാത്രമാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ മറ്റൊരാഗ്രഹവും എനിക്കില്ല. അതാ ഭഗവാന്റെ ചിന്ത. അതായത് ആ ജീവാത്മാ പരമാത്മാ ഐക്യം, അതായത് ആ ജീവാത്മാവും പരമാത്മാവും ഒന്നാവുക, ഞാനും നീയും ഞെരുക്കക്കലരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അതായത് ആ പരമാത്മ സത്യത്തിൽ നിന്നാണ് ഓരോ ജീവാത്മാവും ഉടലെടുത്തിരിക്കുന്നത്, ഉളവായിരിക്കുന്നത്. ആ ഒരു സത്യത്തിൽ എത്തിച്ചേരുക മാത്രമാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ ഭഗവാൻ ഈ സമയത്ത് എന്താണ് നമ്മളെ കാണിച്ചു തന്നത്? മരുത്വാമലയിലേക്ക് പോകുന്നതിന് മുമ്പേ ഗുരു നമ്മളെ വിദ്യാഭ്യാസം ചെയ്യുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തന്നു അല്ലേ? ഗുരു പഠിച്ചു. ഗുരുവിന് ഇതൊന്നും അറിയാൻ വയ്യാഴികയല്ല. ഇതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. വിദ്യ അഭ്യസിക്കുന്നത് എങ്ങനെയെന്നും വിദ്യ പഠിപ്പിക്കുന്നത് എങ്ങനെയെന്നും ഗുരു കാട്ടിത്തന്നു. അതിനുശേഷമാണ് എവിടെയാണോ ഋഷീശ്വരന്മാർ തപസ്സിനായി തിരഞ്ഞെടുത്തത് അവിടം തിരഞ്ഞെടുത്ത് ഗുരു ആത്മസ്വരൂപമായി മാറുകയാണ് ചെയ്തത്. ആ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ഗുരു എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12-ാമത്തെ മന്ത്രത്തിന്. സുബ്രഹ്മണ്യ കീർത്തനം ചൊല്ലാറുണ്ടോ? സുബ്രഹ്മണ്യ കീർത്തനം ചൊല്ലാറുണ്ടോ? സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12-ാമത്തെ മന്ത്രം നമ്മൾ ഗുരുകൃതികളാണ് ചൊല്ലേണ്ടത്. തൃപ്പാദങ്ങൾ നമ്മൾക്കായി രചിച്ചു തന്ന 64ഓളം കൃതികളുണ്ട്. നമ്മൾ മറ്റ് കീർത്തനങ്ങൾ ചൊല്ലണ്ട എന്നല്ല. പക്ഷേ ശ്രീനാരായണ ഗുരുതൃപ്പാദങ്ങൾ നമുക്ക് രചിച്ചു തന്ന കൃതി ആരാണ് ചൊല്ലേണ്ടത്? പിന്നെ നമ്മളല്ലാതെ ആര് ചൊല്ലും? ഇത് നമ്മൾ തന്നെ അത് ചൊല്ലണം. തൃപ്പാദങ്ങളിൽ അവിരചിതമായ കൃതികളായിരിക്കണം ഇനിയും കൂടുതൽ നമ്മൾ ശാഖായോഗങ്ങളിൽ ചൊല്ലേണ്ടത് എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന നിങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്.
അതറിയില്ലെങ്കിൽ 1-2 പ്രാവശ്യം ആവർത്തിച്ച് നമ്മളത് ചൊല്ലണം. ചൊല്ലുമ്പോൾ നമ്മൾക്ക് അതിന്റെ ആ അർത്ഥം മനസ്സിലാകും. ഇല്ലെങ്കിൽ ഒരു വ്യാഖ്യാന പുസ്തകം നമ്മൾ കളക്ട് ചെയ്ത് അതും ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, മനനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ തൃപ്പാദങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാമത്തെ മന്ത്രത്തിൽ സ്പഷ്ടം ലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞോ, തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ, കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. എന്താണ്? സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി. ഏതാണ് നിലാവ്? നിലാവ് ഏതാ? ചന്ദ്രൻ. ചന്ദ്രപ്രഭാതുല്യമായ ആത്മസാക്ഷാത്കാരം മറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഏതാ വന്നത്? ദിനകരൻ ഉദയം ചെയ്തു. സൂര്യപ്രഭാതുല്യമായ ആത്മസാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നു. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ ആത്മസാക്ഷാത്കാരത്തിൽ മുഴുകി അവിടെ ഇരുന്നാൽ മതിയോ? പല ഋഷീശ്വരന്മാരും അങ്ങനെയാണ്. അവർക്ക് കിട്ടിയ ആ ദർശനത്തിലെ ആ ആത്മാനുഭൂതിയിൽ മുഴുകി ആ അമൃതം നുകർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഗുരു നമ്മളെ എന്ത് ചെയ്ത്? കൈ പിടിച്ചുയർത്തി. എങ്ങനെ കിടന്നവരാണ് നമ്മൾ? കഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. കഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ലോകരെ ആത്മീയമായും ഭൗതികമായും ഉയർത്തുവാൻ കാലമായിരിക്കുന്നു. അതിന് ഗുരു എന്ത് ചെയ്തു? ഇനി അങ്ങനെ മരുത്വാമലയിൽ തപസ് ചെയ്ത് ഇരുന്നാൽ പോരാ, പാടില്ല. എനിക്ക് ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമെന്ന് ചിന്തിച്ചുകൊണ്ട് 1888 അരുവിപ്പുറത്തേക്ക് വന്നു. 1888, അതിന് 2 വർഷം മുമ്പേ വന്നു എങ്കിലും ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. 1888 മരുത്വാമലയിലെ മഹത്തായ സാമൂഹ്യ അരുവിപ്പുറ ശിവപ്രതിഷ്ഠ എന്ന മഹത്തായ സാമൂഹ്യ വിപ്ലവത്തിലൂടെയും ബാബൂട്ട് സംഘം എന്ന സംഘടനാ രൂപീകരണത്തിന് പിന്നിലും ഗുരുവിന്റെ സമത്വ ചിന്ത നമ്മൾക്ക് ദർശിക്കുവാൻ സാധിക്കും. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? പറയാമോ? ഗുരു എന്താണ് നമ്മളോട് അരുവിപ്പുറ ശിവപ്രതിഷ്ഠയിലൂടെ നമ്മളോട് അരുളി ചെയ്തത്? ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. എന്താണ് ഗുരു പറഞ്ഞത്? സർവരും സോദരത്വേന വാഴണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഹിന്ദു അല്ലെ ഈഴവൻ അല്ലെ ക്രിസ്ത്യാനി അങ്ങനെ വ്യത്യാസം പറഞ്ഞോ ഗുരു? ഇല്ല. സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നാണ് ഗുരു ആഗ്രഹിച്ചത്. ഗുരു ഒരു മതത്തിന്റെയും വക്താവായിരുന്നില്ല. ഗുരു സർവലോക അനുരൂപനായിരുന്നു. സർവജനങ്ങളുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെയാക്കാനാണ് ഗുരു തിരുവവതാരം ചെയ്തത്. ഗുരു ദിശാബോധമില്ലാത്ത ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ ചെയ്തു. പിന്നെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു തന്നു. ഒരുവനെ ആന്തരികമായ ശുചിത്വം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതൊരു ക്ഷേത്രങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തൃപ്പാദങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു. ഗുരു നമ്മൾക്കിടയിലൂടെ സഞ്ചരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആയുസ്സും തപസ്സും ആത്മതപസ്സും സമർപ്പിച്ചു ഗുരു. അല്ലേ? അതും മഹാകവി കുമാരനാശാൻ പറയുന്നുണ്ട്. ഏത് ശ്ലോകത്തിലാണ്? ഗുരുസ്തവത്തിലെ. പറയാമോ? ഗുരുസ്തവം നിത്യവും ചൊല്ലുന്നതല്ലേ? അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സും ചൊല്ലിക്കോളൂ. ധന്യത്വമൊടങ്ങാത്മതപസ്സും ബലി ചെയ്വോ സന്യാസികളിൽ ഇങ്ങനെ എല്ലില്ലമിയെന്നോ വന്യാശ്രമമേലും നവരും ശ്രീ ഗുരുമൂർത്തേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി ആയുസ്സും വപുസ്സും ശരീരവും ആത്മതപസ്സും ബലി ചെയ്ത ഇത്തരമൊരു ഗുരുവര്യൻ ഇടയിലോ ഗൃഹസ്ഥാശ്രമികൾക്കിടയിലോ വാനപ്രസ്ഥാശ്രമികൾക്കിടയിലോ ഇല്ല തന്നെ. ഇങ്ങനെ ചിന്തിച്ചാൽ ഗുരുവാണ് നമ്മൾക്ക് ആരാധിക്കുവാൻ യോഗ്യനായിട്ടുള്ളത്, ഗുരു തന്നെയാണ് എന്നാണ് സ്വാമികൾ മഹാകവി കുമാരനാശാൻ നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾക്കിടയിലൂടെ സഞ്ചരിച്ച ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ നമ്മൾ ശരിയായി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പല ഭാഗത്തേക്ക് ഓടി നടക്കുന്നത്. എവിടെ സമാധാനം കിട്ടും അല്ലേ? ആ ഗുരു ആരാണെന്ന്, ആ ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലയിടത്തേക്ക് ഓടി നടക്കുന്നത്. എന്നാണോ ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കുന്നത്, അപ്പോൾ മാത്രമേ ഗുരുക്ഷേത്രങ്ങളിൽ തിക്കും തിരക്കും അനുഭവപ്പെടുകയുള്ളൂ. അനുകമ്പാമൂർത്തിയായ ഗുരു നമ്മൾക്ക് എന്തെല്ലാം ചെയ്തു തന്നു. ഞാനും നിങ്ങളും ഒക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കണമെങ്കിൽ ആ അനുകമ്പാമൂർത്തിയുടെ കൃപാകടാക്ഷം, ആ കാരുണ്യവർഷം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മറന്നു പോകരുത്. നന്ദിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നന്ദികേട് ഗുരുവിനോട് നമ്മൾ കാണിക്കരുതേ എന്നുള്ള ഒരപേക്ഷയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് എൻ്റെ ഗുരുഷട്ടം എന്ന കൃതി ആണ് എനിക്ക് പ്രധാനമായ എൻ്റെ വിഷയം. നമ്മൾക്ക് അവിടേക്ക് കടക്കാം. ഗുരുഷട്ടം എന്ന കൃതിയുടെ ബുക്കുണ്ടല്ലോ അല്ലേ, ഒന്ന് ശ്രദ്ധിച്ചോണം. ഗുരുഷട്ടം ത്രിപാദങ്ങളുടെ പ്രഥമ സന്യാസ ശിഷ്യനായ ശ്രീ ശിവലിംഗദാസ സ്വാമികളാൽ വിരചിതമായ ഗുരുഷട്ടം എന്ന കൃതി. എന്താണ് ഗുരുഷട്ടം? ഷട്കം എന്നാൽ എന്താണ്? ആറുള്ളത് എന്നാണ്. ഷട്കം എന്നാൽ ആറുള്ളത്. ഗുരുവിനെ കുറിച്ച് 6 ശ്ലോകങ്ങൾ എഴുതിയതാണ് ഗുരുഷട്കം. താൻ അനുഭവിച്ചറിഞ്ഞ തന്റെ ഗുരുവിനെ പാടിപ്പുകൊണ്ടിരിക്കൊണ്ട് രചിച്ച 6 ശ്ലോകങ്ങളാണ്. അതായത് ഗുരു ഈശ്വരൻ തന്നെ എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ കൃതികളോട്. നമ്മളോട് പറഞ്ഞു തരികയാണ്, കുഞ്ഞുങ്ങളെ, മക്കളെ, ഇതാണ് നമ്മളുടെ ഗുരു, നിങ്ങൾ മനസ്സിലാക്കൂ എന്ന്. ഗുരുഷട്കത്തിലെ ഗുരുവിന്റെ ഈശ്വര്യതയെയും ഗുരു ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും ബ്രഹ്മം ആരാണെന്നും വളരെ വ്യക്തമായി ഇതിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഗുരുഷട്കം എന്ന കൃതി രചിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആ കൃതിയിലേക്ക് കടക്കാം. വെള്ളം കുടിച്ചോട്ടെ. ഒരിക്കൽ പറഞ്ഞോളട്ടെ, കുഴപ്പമില്ല. ഒരിക്കൽ ഗുരുവും ശിഷ്യനും കൂടി അരുവിപ്പുറത്ത് പുലിപ്പാറയിൽ ഇരിക്കുന്ന സമയം, വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഗുരു തൃപ്പാദങ്ങൾ ശിഷ്യനോട് പറഞ്ഞു, നിനക്ക് ഭയമുണ്ടോ, പുലിയെ പേടിയുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, സ്വാമികൾ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഭയമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ദാ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അരുവിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ശിഷ്യൻ അരുവിയിലേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ജലം ഇറ്റിറ്റ് വീഴുന്ന ആ ഒരു മട്ടിൽ എന്താണ്, 2 പുലികളെയും ഒരു പുലിയെയും 2 കുഞ്ഞുങ്ങളെയുമാണ് അവിടെ കാണുവാൻ സാധിച്ചത്. കാണുക മാത്രമാണോ, ആ പുലികൾ അവരുടെ നേരെ ഇങ്ങനെ വരുന്നതായിട്ടാണ് കണ്ടത്. ഭയചകിതനായ ശിഷ്യൻ പരിഭ്രമിച്ചുകൊണ്ട് നോക്കിയപ്പോൾ തൃപ്പാദങ്ങളെ അവിടെ കാണുന്നില്ല. ഭയത്തോടെ ഭയങ്കര പരിഭ്രമിച്ചുകൊണ്ട് എൻ്റെ ഗുരുദേവ എന്ന് ഉറക്കെ നിലവിളിക്കുകയാണ് ചെയ്തത്. ആ നിലവിളിച്ച മാത്രയിൽ അസാധാരണമായ ഒരു പ്രകാശം ഉണ്ടാവുകയും ആ പുലിയുടെ സ്ഥാനത്ത് അസാധാരണമായ ഒരു പ്രകാശം ഉണ്ടാവുകയും ആ പ്രകാശത്തിന് നടുവിൽ ഗുരുവിനെയും ശിവനെയും ഒരേ നിലയിൽ അഭിന്നമായി ആർക്കാണ്? ശിഷ്യന്, ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ. അന്ന് ആരാണ്? കൊച്ചപ്പിപ്പിള്ളയാണ്.
അങ്ങനെ പിന്നെ പുലിയെ പുലിയല്ല, ആ ദിവ്യമായ രൂപം അവിടെ കാണാൻ സാധിച്ചു. ഏത് ദിവ്യമായ രൂപം? ശിവനെയും ഗുരുവിനെയും ഒരേ നിലയിൽ അഭിന്നമായി. ആ ശിവനെയും ഗുരുവിനെയും ഒരേ നിലയിൽ അഭിന്നമായ കൊച്ചപ്പിപ്പിള്ളയ്ക്ക് ശിവൻ തന്നെയാണ് ഗുരുവെന്നും ഗുരു തന്നെയാണ് ശിവനെന്നും അഭേദ്യമായി. അതിൽ നിന്നാണ് ഈ ഗുരുഷട്കം എന്ന ആ അനുഭൂതിയിൽ നിന്നാണ് ഗുരുഷട്കം എന്ന കൃതി നമ്മൾക്ക് രചിച്ച് തന്നിട്ടുള്ളത്. അതുപോലെ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ ആരായിരുന്നു? 1867 തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലുള്ള മാരായമുട്ടം എന്ന സ്ഥലത്ത് മാർത്താണ്ഡപ്പിള്ളയുടെയും ഉമ്മിണിയമ്മയുടെയും മകനായി ഭൂജാതനായ കൊച്ചപ്പിപ്പിള്ള, പേരിതാണ് കൊച്ചപ്പിപ്പിള്ള, 16ാമത്തെ വയസ്സിലാണ് ഗുരുവിന്റെ പാദാന്തികത്തിലെത്തി ശിഷ്യത്വം സ്വീകരിച്ചത്. അങ്ങനെ ഗുരുവിനോട് 35 വർഷക്കാലം ഗുരുവിനോടൊപ്പം സഞ്ചരിച്ച ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ, ആ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾക്ക് ആനുഭൂതികമായ ആ അനുഭൂതിയെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗുരുഷട്കം എന്ന കൃതിയിലൂടെ. ഗുരുഷട്കം നിങ്ങൾ ആദ്യമാണോ അവസാനമാണോ ചൊല്ലുന്നത്? എപ്പോഴാ ഗുരുഷട്കം ചൊല്ലുന്നത്? പ്രണവം, ഗുരുധ്യാനം, ഗുരുഷട്കം. നമ്മൾക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു ഓർഡർ ഉണ്ടാവണം, അത് അത്യാവശ്യമാണ്. ആദ്യം പ്രണവം ചെല്ലണം, പിന്നെ ഗുരുധ്യാനം ചെല്ലണം, പിന്നെ ഗുരുഷട്കം, പിന്നെ ദൈവദശകം. ഈ ടീച്ചറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പണ്ട് ഞങ്ങളെ ശ്രീവാസിന്റെ ഗ്രൂപ്പ് രൂപീകരിച്ച് സുലേഖ നാരായണൻ ടീച്ചർ, മുമ്പേ ഞാൻ മറന്നുപോയി കേട്ടോ, പെട്ടെന്ന് ഓർത്തില്ല. ടീച്ചറൊക്കെ അന്ന് ശാന്തമ്മ കരുണാകരനൊക്കെ വന്ന് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ് രൂപീകരിച്ച് പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ പഠിപ്പിച്ചവരാണ് അവരൊക്കെ. അപ്പോൾ നമ്മൾക്ക് അന്നേ ഒരു ഓർഡർ ഉണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്, അവർ പഠിച്ചിട്ടാണ് നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പ്രണവം, ഗുരുധ്യാനം, ഗുരുഷട്കം, ദൈവദശകം, ഈശാവാസ്യോപനിഷത്ത്, അനുകമ്പാദശകം, പിന്നെ ഗുരുസ്തവം, പിന്നെ ഗദ്യപ്രാർത്ഥന, പിന്നെ നമ്മൾക്ക് വിനായകാഷ്ടം, പിന്നെ ആത്മോപദേശ ശതകം. അങ്ങനെ ഗുരുകൃതികൾ നിങ്ങൾ ചൊല്ലിപ്പഠിക്കൂ. അതിനുവേണ്ടി നമ്മളുടെ അതൊക്കെ മൈക്കിൽ കൂടെ പറഞ്ഞാൽ നല്ലതായിരുന്നു. ഈ ശാഖായോഗത്തിലെ ഭാരവാഹികളോടും പറയാനുള്ള കാര്യങ്ങളും അതാണ്. നമ്മളുടെ കുട്ടികളെ, നമ്മളുടെ ഈ സമൂഹം എവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുട്ടികളെ ആത്മീയമായ ആ തലത്തിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാഖായോഗങ്ങളിൽ ഗുരുവിന്റെ കൃതികൾ പഠിപ്പിക്കുവാൻ ഓരോ ശാഖായോഗത്തിലെ അംഗങ്ങളും തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ആത്മബലമില്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ആത്മീയമായ തലത്തിലേക്ക് എത്തിക്കാനുള്ള കടമ നമ്മളുടെ ഓരോ ശാഖായോഗത്തിനുമുണ്ട്. നമ്മൾ അത് ചെയ്യുന്നത് നമ്മളുടെ മക്കളോട് ചെയ്യുന്ന ഒരു പുണ്യമായിരിക്കും എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഗുരുഷട്കത്തിലേക്ക് നമ്മൾ കടന്നാൽ ഗുരുഷട്കത്തിലെ 1ാമത്തെ മന്ത്രത്തിൽ തന്നെ ഒന്ന് ചൊല്ലിക്കേ. ഗുരുഷട്കത്തിന്റെ 1ാമത്തെ മന്ത്രം: ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശ്രുതിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താണ് 1ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? 1ാമത്തെ മന്ത്രത്തിൽ ആദ്യമായി ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഏത് പദം കൊണ്ട്? ഓം, ഓംകാരം. ഓംകാരം കൊണ്ട് ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഓം ബ്രഹ്മണേ മൂർത്തിമതേ. ഇത് ഈശ്വരനെ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന പദമാണ് ഓംകാരം എന്നുള്ളത്. ഓംകാര ഉപാസന, ഓംകാര ഉപാസനയിലൂടെ നമ്മൾക്ക് ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ്. ഓംകാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പഠിപ്പിക്കുന്ന ഉപനിഷത്താണ് മാണ്ഡൂക്യ ഉപനിഷത്ത് എന്ന് പറയും. ഓമിത്യേദക്ഷരമിദം സർവം എന്നാണ് പറയുന്നത്. ഓമിന് 2 അഭിധാനങ്ങളുണ്ട്, പ്രണവവും താരകവുമാണ്. പ്രണവം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ നവമായിരിക്കുന്നതും താരകം സംസാര ദുഃഖത്തെ തരണം ചെയ്യിപ്പിക്കുന്നതുമാകുന്നു. അതായത് ഓം എന്ന മന്ത്രം ജപിച്ചാൽ നമ്മളെ സംസാര ദുഃഖം, എന്താണ് നമ്മളുടെ സംസാര ദുഃഖം? ഈ ജീവിതമാകുന്ന ഈ പ്രതിസന്ധി, ഈ ദുഃഖം, ആടലാങ്കടൽ എന്ന് കേട്ടിട്ടുണ്ടോ? ജനനി നവരത്നമഞ്ജരിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആടലാങ്കടലിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ.
അപ്പോൾ ആ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആടവെല്ലാം കടലിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ ഓംകാരത്തെ ജപിക്കൂ. ഈ ഓംകാരം തന്നെയാണ് ഈശ്വരൻ എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുകയാണ്. ആര്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അതുപോലെ ഗുരുഷട്കത്തിന്റെ 6 മന്ത്രങ്ങളിലും കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാമന്ത്രമുണ്ട്. ഏതാണെന്നറിയാമോ? ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. അത് നിങ്ങൾ ഓർത്തിരിക്കണം, പ്രത്യേകം ഓർത്തിരിക്കണം. കാരണം ചിലർക്ക് നമ്മൾ എത്ര വായിച്ചാലും ഗുരുഷട്കം മനസ്സിലാകത്തില്ല. ഓം നമഃശിവായ, ഈ ഓരോ അക്ഷരങ്ങളുമാണ് ഗുരുഷട്കം എന്ന കൃതിയുടെ ഓരോ ശ്ലോകങ്ങളിലെയും ആദ്യ അക്ഷരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അത് നമ്മൾ പ്രത്യേകമായിട്ട്, അപ്പൊ ഓംകാരവും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ഒന്ന് തന്നെ എന്നാണ് കൽപ്പിക്കുന്നത്, അല്ലെ? ഒന്ന് തന്നെയാണ്. അതുപോലെ കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നുണ്ട്. ആ കണ്ണാടിയിലുള്ള ആ രൂപത്തെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്, ഉപാസിക്കേണ്ടത്. പിന്നെയോ കണ്ണാടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഓംകാരത്തെയാണ് ഉപാസിക്കുന്നത്. അപ്പോൾ ഇനി ബ്രഹ്മം എന്താണ്? രണ്ടാമത് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മം എന്നാണ്. അതായത് ഈശ്വര സ്വരൂപനും പരബ്രഹ്മം ശരീരഭാവം സ്വീകരിച്ചവനും തന്നെ ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിക്ക് കാരണഭൂതനും പിന്നെയോ നാരായണനുമായ, അതായത് ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവനും യതീന്ദ്രനും, യതികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനുമായ ആ ഗുരുവിനായി കണ്ട് നമസ്കാരം എന്നാണ് അതിന്റെ ആ ഒരു ശ്ലോകത്തിന്റെ പൂർണ്ണമായ അർത്ഥം. പറഞ്ഞു മനസ്സിലായോ? ഈശ്വര സ്വരൂപനും പരബ്രഹ്മം ശരീരഭാവം സ്വീകരിച്ചവനും തന്നെ ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിക്ക് കാരണഭൂതനും ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവനും യതികളിൽ ശ്രേഷ്ഠനുമായ ഗുരുവിനായി കൊണ്ട് നമസ്കാരം. അതാണ് പൂർണ്ണമായ അർത്ഥം. ഇനി ബ്രഹ്മം എന്താണെന്ന് നോക്കാം. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വാക്കാണ്? ബ്രഹ്മം. എന്താണ് ബ്രഹ്മം? അറിയാമോ? ബ്രഹ്മം മനുഷ്യ ശരീരം പൂണ്ടിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അതായത് ആ ബ്രഹ്മമാണ് മനുഷ്യ സ്വരൂപം പൂണ്ട് നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. മൂർത്തിമത്തായ ബ്രഹ്മം തന്നെയാണ് തൃപ്പാദങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജഗത്ത് എന്തുവാണ്? ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ് ജഗത്ത്. അവിടെ ഉണ്ടാകാതെയും നശിക്കാതെയും യാതൊരു സദ്വസ്തു ഉണ്ടോ? അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ലാതെയാവുകയും ആ യാതൊന്നിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനുഭവിക്കാനില്ലാതെയാവുകയും ചെയ്യുന്ന വിദ്യയെ ബ്രഹ്മവിദ്യ എന്നും പറയും. ബ്രഹ്മവിദ്യയാണ് ആത്മവിദ്യയും. അപ്പോൾ നമ്മളുടെ ഈ കൂട്ടായ്മയെ, അല്ലെ നമ്മളുടെ കുടുംബത്തിനെ, അല്ലെ നമ്മുടെ നാടിനെ, രാജ്യത്തെ ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മമില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ആ ധർമ്മത്തിന് അപജയം സംഭവിക്കുമ്പോൾ അതിനെ പുനഃസ്ഥാപനം ചെയ്യുന്നതിനായി ഒരു തത്വം അവതാര സ്വരൂപമായി അവതരിക്കും. ആ തത്വമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ ഗുരുഷട്കം എന്ന കൃതിയിലെ ബ്രഹ്മം എന്ന പദം ഉപയോഗിച്ച് നമ്മളെ വെളിപ്പെടുത്തുന്നത്. നാമരൂപരഹിതമായ ആ ബ്രഹ്മത്തിന് ഒരു പേര് കൊടുത്താൽ അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ രൂപത്തെ പോലെ ഇരിക്കും മക്കളെ എന്ന് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രിതാനാം ശുദ്ധിഹേതവേ, ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ എന്നാണ്. അതായത് തന്നെ ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിക്ക് കാരണഭൂതനാണ് ഭഗവാനെ. ആരാണോ ചിത്തശുദ്ധിയോടുകൂടി ആശ്രയിക്കണം, അല്ലാതെ ചുമ്മാ അങ്ങ് ആശ്രയിച്ചാൽ മതിയോ? അല്ല, നമ്മളുടെ മനോമാലിന്യങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് വേണം ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നമ്മൾ സമാശ്രയിക്കാൻ. എന്താണ് നമ്മളുടെ മനോമാലിന്യങ്ങൾ? എന്തൊക്കെയാണ് മനോമാലിന്യങ്ങൾ? അറിയാമല്ലോ. അഷ്ടവൈരികൾ എന്നാണ് പറയുന്നത്. അതായത് കാമം, ക്രോധം,
മോഹം, ലോഭം, മതമാത്സര്യം, പിന്നെ രാഗവും ദ്വേഷവും കൂടി ചേരുമ്പോഴാണ് അഷ്ടവൈരികളാകുന്നത്. ഈ അഷ്ടവൈരികളെ ഇല്ലാതെയാക്കിക്കൊണ്ട് വേണം ആ ഭഗവാനെ സമാശ്രയിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ആ ഭഗവാൻ നമ്മളിൽ എന്താണ് കാരുണ്യവർഷം ചൊരിയുന്നത്. അപ്പോൾ ആരാണോ ചിത്തശുദ്ധിയോടുകൂടി ആ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നത്, അവരുടെ എല്ലാ ദുരിതങ്ങളും ഒക്കെ ഇല്ലാതെയാക്കി നമ്മളെ ഭഗവാൻ കൈപിടിച്ച് ഉയർത്തും എന്നാണ് ആ ശിഷ്യൻ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നാണ്. നാരായണൻ, അതായത് ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവൻ എന്നാണ് നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം. യതീന്ദ്രായ, യതികളിൽ ശ്രേഷ്ഠനാണ്. യതി ആരാണ്? യതി എന്ന് പറഞ്ഞാൽ ആരാണ്? സന്യാസികളാണ് യതികള്. ആ യതികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനുമാണ് തൃപ്പാദങ്ങൾ. അപ്രകാരമുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ മന്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ മന്ത്രം ഒന്ന് ചൊല്ലിക്ക്. നമോ ഭഗവതേ നിത്യശുദ്ധമുക്ത മഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ രണ്ടാമത്തെ മന്ത്രത്തിന്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമോ ഭഗവതേ, നമിക്കപ്പെടേണ്ട ഭഗവത് സ്വരൂപത്തോടു കൂടിയവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ആരെയും നമിക്കുമോ? ഇല്ല. അപ്പോൾ ആരെയാണ് നമിക്കുന്നത്? ഭഗവാനെയാണ് നമ്മൾ നമിക്കുന്നത്. ഭഗങ്ങൾ ഉള്ളവനാണ് ഭഗവാൻ. എന്തൊക്കെയാണ് ഈ ഭഗങ്ങൾ? ഭഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, വീര്യം, യശസ്, തേജസ്, ജ്ഞാനം, വിജ്ഞാനം എന്നീ 6 ഗുണങ്ങൾ ആരിലാണോ വിളങ്ങി നിൽക്കുന്നത് അവരെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതുപോലെ അഷ്ടസിദ്ധികൾ ഉള്ളവനാണ് ഭഗവാൻ. എന്തൊക്കെയാണ് അഷ്ടസിദ്ധികൾ? അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഈശിത്തം, വശിത്തം, പ്രാപ്തി, പ്രാകാശ്യം എന്നീ 8 ഗുണങ്ങൾ വിളങ്ങി നിൽക്കുന്നത് ആരിലാണോ, ഈ ഭഗങ്ങൾ ആരിലാണോ വിളങ്ങി നിൽക്കുന്നത് അവരെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ ഈ ഗുണങ്ങളെല്ലാം വിളങ്ങി നിൽക്കുന്നു. അവ ഭഗവാൻ തന്നെയാണ്. ആണോ? സംശയമുണ്ടോ ആർക്കേലും? നമോ ഭഗവതേ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? നിത്യശുദ്ധ മുക്ത മഹാത്മനേ. ഭഗവാൻ ആരാണെന്നാ പറയുന്നത്? നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണ്. എന്താണ് നിത്യൻ? എന്നും നിലനിൽക്കുന്ന ആ ശാശ്വത സത്യം, അതായത് മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ശാശ്വത സത്യമാണ് ഗുരുദേവൻ എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മം മാത്രമേ എന്നും സത്യമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ജഡമാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡത്തിനുണ്ടാകുന്ന ഒരു പരിണാമവും ആർക്കുണ്ടാകുന്നില്ല? ബ്രഹ്മത്തിനുണ്ടാകുന്നില്ല. അതാണ് നിത്യം. ജഡത്തിനുണ്ടാകുന്ന പരിണാമങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുകമ്പാദശകം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളത് ചൊല്ലുമോ? അനുകമ്പാദശകം ചൊല്ലാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതിൽ പറയുന്നുണ്ട് വരും 6 വിധം വികാരവും. പക്ഷെ എല്ലാരും എങ്ങനെ ചെല്ലുന്നത്? വരുമാറ് വിധം എന്നല്ല ചെല്ലുന്നത്. അങ്ങനല്ല, വരും 6. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവരും, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിതൊന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെയാണല്ലോ എന്ന് മനസ്സിലായത്. എല്ലാവർക്കും പഠിക്കാൻ പറ്റും. വരും 6 വിധം വികാരവും വരുമാറില്ലറിവിന്നിതിന്നു നേർ ഉരുവാമുടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിങ്ങനുകമ്പ നിന്നിടും. ഏതൊക്കെയാണ്? വരും 6 വിധം വികാരം. ഇനിയും പ്രാർത്ഥിക്കുമ്പോ തെറ്റിക്കുവോ? ഇതിപ്പം ഈ പ്രഭാഷണം എന്താണ്? അക്ഷണം പ്രഭ ചൊരിഞ്ഞങ്ങ് പോവുക. പക്ഷേ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പറയുന്നത്. അപ്പോൾ ഈ 6 വിധം വികാരങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ടാവുക, വളരുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക. ഇതാണ് ഈ 6 വിധം വികാരം. എവിടെയാണ് ഉണ്ടാകുന്നത്? ആർക്കാണ് ഉണ്ടാകുന്നത്? ജഡത്തിനാണ് ഉണ്ടാകുന്നത്. ബ്രഹ്മത്തിനുണ്ടാകുന്നുണ്ടോ?
ഇല്ല. ബ്രഹ്മം അദ്വൈതമായ ആ സത്തയാണ്, ആ പരമാത്മ സത്തയാണ്. ഈ പ്രപഞ്ചത്തിന് ആദി കാരണമായ ആ പരമാത്മ സത്തയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നിത്യമാണ് എന്നാണ് പറയുന്നത്. പിന്നെ ശുദ്ധമാണ്, രണ്ടാമത്തെ വാക്ക് പറഞ്ഞേക്കുക, ശുദ്ധം. ശുദ്ധം വരുമ്പോ എങ്ങനെയാണ്? ഒന്നും കലർപ്പില്ലാത്തതിനെ അല്ലേ ശുദ്ധം എന്ന് പറയുന്നത്? കലർപ്പ് എന്താണ് ഇവിടെ കലർപ്പ്? നമ്മൾക്കുള്ള കലർപ്പ് എന്താണ്? അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അതാണ് കലർപ്പ് വരുന്നത്. ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്നു ദീപം എന്ന ആത്മോപദേശ ശതകത്തിൽ തൃപ്പാദങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഈ ത്രിപുടി മുടിഞ്ഞാൽ മാത്രമേ ആ ദീപത്തിനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ആ ത്രിപുടി മുടിയണം. ആ ത്രിപുടിക്ക് തടസ്സമായിരിക്കുന്നത് എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു. പക്ഷെ അതിന്റെ വിഷയങ്ങളാണ് നമ്മളെ അങ്ങോട്ട് ആ ഈശ്വര ദൈന്യത്തിലേക്ക് അടുപ്പിക്കാത്തത്, ഇല്ലേ? കണ്ണുകൊണ്ട് എന്തെങ്കിലും കേട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ ആകൃഷ്ടമാകും. അതിൻ്റെ ഒക്കെ പുറകെ നമ്മളെല്ലാം സഞ്ചരിക്കും. അതുകൊണ്ടാണ് ആ ശരിയായ ഈശ്വര സത്തിലേക്ക് സത്തിലേക്ക് നമ്മെ തടസ്സമുണ്ടാകുന്നത്. അത് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം, അല്ലേ? അതെന്താ പറയുന്നത്? നമ്മുടെ ഉള്ളിലെ നമ്മുടെ എവിടെയാണ് ഇരിക്കുന്നത്? ഈശ്വരൻ അല്ലെ? ഈ ദീപം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഈശ്വരനെ മറയ്ക്കുന്നത് എന്താണെന്നാ പറയുന്നത്? മായയാണ് മറയ്ക്കുന്നത്. അത് പൊൻപാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അത് എടുത്തു മാറ്റൂ മക്കളെ എന്നാണ് നമ്മളോട് ഗുരു പറഞ്ഞു തരുന്നത്. അപ്പോൾ നിത്യനാണ്, ശുദ്ധനാണ്, പിന്നെ എല്ലാത്തിൽ നിന്നും മുക്തവുമാണ്. എല്ലാത്തിൽ നിന്നും മുക്തവുമാണ് ഗുരു. എന്റേതെന്ന്, ഞാനെന്നോ എന്റേതെന്നോ ഉള്ള യാതൊരു ചിന്തയും ഗുരുവിനില്ലായിരുന്നു. നമുക്കാണെങ്കിലോ എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, ഇതൊക്കെയല്ലേ നമ്മളുടെ ചിന്ത. അത് കളയാൻ പറ്റുമോ? ഭഗവാൻ നമ്മുടെ ശിവപ്രസാദ പഞ്ചകത്തിൽ നമ്മോട് പറയുന്നുണ്ട്. പൊരുളിന്നു മുടമ്പൊടു മക്കളുയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം, കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. എന്താണത് ഈ പറഞ്ഞിരിക്കുന്നത്? പൊരുളെന്നും ധനമെന്നും പൊരുളെന്നും ഉടമ്പൊടു മക്കളുടമ്പ് ആയസ്സെന്നും മക്കളെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ആ സംസാര ദുഃഖത്തിൽ കിടക്കാതെ അതിനെയൊക്കെ കളഞ്ഞ് കരം കഴുകുക. കരളീന്ന് കളയാനാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കരളീന്ന് കളഞ്ഞേര്, എങ്കിൽ മാത്രമേ നമ്മൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ. പക്ഷെ അങ്ങനെ നമുക്ക് കരളീന്ന് കളയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ ഭഗവാൻ പറഞ്ഞേ? ഇതിന്റെ ഒക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ ഈശ്വര സമർപ്പിതമായി നമ്മൾ ജീവിക്കണമെന്നാണ് ഇതിൽ നിന്നെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ മക്കളെ കടന്നു വെച്ച് സന്യാസിക്കാൻ പോകണമെന്നാണോ പറയുന്നത്? അല്ല. അപ്പൊ ഇതിനെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ആ ഈശ്വര സമർപ്പിതമായി ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് ഗുരു ഓരോ കൃതിയിലൂടെയും നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ്? മുക്തമാണ്, എല്ലാത്തിൽ നിന്നും മുക്തമാകണം. അപ്പൊ ഗുരു ഒന്നിനും അല്ലെ കർത്തൃത്വ ഭാവം അല്ലെ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക ആണെങ്കിൽ, അല്ലെ ഒരു സഹായോഗത്തിന്റെ ഭാരവാഹികളായിക്കോട്ടെ, അല്ലെ ഒരു സംഘടനയുടെ ഭാരവാഹികളായിക്കോട്ടെ, അവരെല്ലാം എന്തെങ്കിലും ചെയ്തിട്ട് ഇത് ഞാൻ ചെയ്തതാണ്, അത് എനിക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കയറിയിരുന്നു, ഞാനും ഭാരവാഹിയാണ് കേട്ടോ, ഞാൻ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ആണേ. അപ്പൊ നമ്മള് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കാം, ഇത് ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടന്നേ, ഇല്ല ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു അഹന്ത നമ്മളിലുണ്ട്. ഭഗവാൻ അങ്ങനെ വല്ലതുണ്ടോ? ഒന്നുമില്ല. 73 വർഷക്കാലം തൃപ്പാദങ്ങൾ സശരീരഭാവത്തിൽ നമ്മൾക്കിടയിലൂടെ സഞ്ചരിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇങ്ങനെ ഒരു ചിന്തേ ഭഗവാനില്ല. പക്ഷെ നമ്മളായിരുന്നല്ലോ എവിടെല്ലാം എഴുതി വെച്ചേനെ ഞാൻ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു, അത് ബോർഡ് വരെ അങ്ങ് തൂക്കും, അല്ലേ? അപ്പോൾ എൻ്റെ ബോർഡ് എന്താ ഇല്ലാഞ്ഞ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഭാവം ഗുരുവിന് ഇല്ലാതിരുന്നു, അല്ലെ? സഹോദരനാണ്, അമ്മയാണ്, അച്ഛനാണ്, ഒന്നുമില്ല, മമതാരഹിതനായിരുന്നു ഗുരു. അതിനൊരു ചെറിയ ഒരു സംഭവം പറയാം. അതായത് ഗുരു
ചെമ്പഴന്തിയിൽ നിന്നും ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വിശ്രമിക്കാൻ പോയ അവസരത്തിൽ രണ്ട് സഹോദരിമാർ ഗുരുവിനെ കാണുവാനായി ചെന്നു. അവിടെയായിരുന്നു പ്രവർത്തനം. അങ്ങനെ ചെമ്പഴന്തിയിൽ നിന്നും ആലുവയിലെ അദ്വൈത ആശ്രമത്തിലേക്ക് സഹോദരിമാർ ചെന്നപ്പോൾ ഗുരു ചോദിച്ചു, എന്താണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് കാണാൻ ഭഗവാനോട് പറഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ സഹോദരനെ. അങ്ങനെ ഗുരുവിനെ വണങ്ങിയതിന് ശേഷം വണങ്ങി എന്ത് ചെയ്തു? വണങ്ങിയതിന് ശേഷം ഗുരു അതിന് വിട്ടുപോയി. വണങ്ങിക്കൊണ്ട് ഇത് കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് പറഞ്ഞു, ഇത് ഗുരുവിന്റെ സഹോദരിമാരാണ് എന്ന് ചിന്തിച്ച് സഹോദരിമാരെ ആദരപൂർവ്വം അവിടെ താമസിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ തൃപ്പാദങ്ങൾ ചോദിച്ചു, ചെമ്പഴന്തിയിൽ നിന്ന് വന്നവര് പോയോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ഇല്ല, പോയില്ല എന്ന്. ഇത് അറിഞ്ഞ സഹോദരിമാർ എന്ത് ചെയ്തു? സഹോദരിമാർക്ക് മനസ്സിലായി ഇവിടുത്തെ താമസത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ അവർ തിരിച്ച് ചെമ്പഴന്തിയിലേക്ക് പോകുവാൻ തയ്യാറായി. അപ്പോൾ എന്താണ്, അന്ന് ചെമ്പഴന്തിയിൽ നിന്നും ആലുവയിലേക്ക് വരണമെങ്കിൽ 2 രൂപയാണ് വണ്ടിക്കൂലിയായിട്ട് വേണ്ടത്. അപ്പോൾ തിരികെ അവർക്ക് പോകണമെങ്കിൽ കയ്യിൽ വണ്ടിക്കൂലി ഇല്ല, യാത്രാക്കൂലി ഇല്ല. ഇത് മനസ്സിലാക്കിയ ശിഷ്യന്മാർ ഈ സഹോദരിമാർക്ക്, അതായത് ഗുരുവിന്റെ സഹോദരിമാരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് 10 രൂപ കൊടുത്തു സഹോദരിമാർക്ക് യാത്രാക്കൂലിയായിട്ട്. അങ്ങനെ അവര് തിരികെ ചെമ്പഴന്തിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഗുരു പറഞ്ഞു, ആശ്രമ നിയമം അനുസരിച്ച് 3 ദിവസം പുറത്തു നിന്ന് ആരെങ്കിലും വന്നാൽ 3 ദിവസം മാത്രമേ അവിടെ താമസിക്കുവാൻ നിയമമുള്ളൂ. അതുകൊണ്ട് ഇവര് പൊക്കോളണമെന്നാണ് ഗുരു പറഞ്ഞു വെച്ചത്. അങ്ങനെ അവര് ചെമ്പഴന്തിയിലേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷം ആ മാസത്തെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അന്ന് അവിടുത്തെ സെക്രട്ടറിയായി വർത്തിച്ചത് ചൈതന്യ സ്വാമികളാണ്. ആ സ്വാമികള് ഈ വരവ് ചെലവ് കണക്കുകൾ അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ ഈ 10 രൂപയുടെ കാര്യവും അവിടെ വായിച്ചു. അപ്പൊ സ്വാമികൾ ചോദിച്ചു, എന്തിനാണ് ഈ 10 രൂപ? അപ്പോൾ ചൈതന്യ സ്വാമികൾ പറഞ്ഞു, അത് സഹോദരിമാർക്ക് യാത്രാകൂലിയായിട്ട് കൊടുത്തതാണ്. അപ്പോൾ തൃപ്പാദങ്ങൾ പറഞ്ഞു, ഇതൊരു ധർമ്മ സ്ഥാപനമാണ്, അധികം പൈസ ആർക്കും കൊടുക്കരുത് എന്നാണ് തൃപ്പാദങ്ങൾ പറഞ്ഞത്. ഇപ്പോഴുള്ള സ്ഥാപനങ്ങളിലോ ഔദ്യോഗിക തലങ്ങളിലോ ഇരിക്കുന്ന ഭാരവാഹികളാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? കുടുംബക്കാരാരേലും വന്നാൽ അവരെത്ര നാള് താമസിക്കുന്നോ അത്രയും കാലമുള്ള ചെലവുകൾ മൊത്തം ആരുടെ വകയായിരിക്കും? ആ സ്ഥാപനത്തിന്റെ വകയായിരിക്കും, അല്ലേ? പക്ഷെ തൃപ്പാദങ്ങൾക്ക് യാതൊരു മമതയും സഹോദരിയോ സഹോദരനോ ആണെന്നൊരു ചിന്തയും ഇല്ലായിരുന്നു. അപ്പൊ നമോ ഭഗവതി നിത്യശുദ്ധ മുക്ത മഹാത്മനെ, മഹാത്മാവായിരുന്നു. ആരെയാണ് മഹാത്മാവെന്ന് വിളിക്കുന്നത്? ആരാണോ തന്റെ ജീവിതം പരോപകാരാർത്ഥമായി ഈ ലോകത്തിന് സമർപ്പിക്കുന്നത് അവരെയാണ് മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതായത് അപ്രകാരം നാരായണനായ ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ള യതികളിൽ ശ്രേഷ്ഠനായ ഗുരുവിനായി കൊണ്ട് നമസ്കാരം എന്നാണ് ശിവലിംഗദാസ സ്വാമികൾ 2ാമത്തെ മന്ത്രത്തിലൂടെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. 3ാമത്തെ മന്ത്രം എന്താണ്? മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ആരാണ്? മഹനീയ ചരിത്രനാണ്, മമതാരഹിതനാണ് ഗുരു. അപ്പോൾ ഈ ഒരു സംഭവ കഥയിൽ നിന്നും ഗുരു മമതാരഹിതനാണ് എന്ന് മനസ്സിലായില്ലേ? ആരോടും യാതൊരു മമതയും ഗുരുവിനില്ലായിരുന്നു. മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. ആ ഒരു വരിയുടെ അർത്ഥം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ജീവാത്മാക്കൾക്ക് ആശ്രയമായുള്ള യതികളിൽ ശ്രേഷ്ഠനായുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. പിന്നെ അടുത്ത ഏതാണ്? ശിശിരി കുർബദേ ശാന്തിർ കടാക്ഷൈ ശിഷ്യ സഞ്ചയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
എന്താണ്? ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ചയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ആരാണെന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മളിലെല്ലാം ജീവിതത്തിൽ, നമ്മുടെ ഈ സംസാര ജീവിതത്തിൽ, നമ്മുടെ ഈ പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന നമ്മളിലൊക്കെ എന്തുണ്ട്? ഒരു താപമുണ്ട്, ഇല്ലേ? നമ്മളിലൊക്കെ ഒരു താപമുണ്ട്. ഈ താപത്തെ ശമിപ്പിക്കുന്നവനാണ്, അവിടെ ആ വിഷമത്തെ, നമ്മുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നവനാണ് തൃപ്പാദങ്ങൾ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ ശമിപ്പിക്കുമെന്നാണ്? കടാക്ഷേ ശിഷ്യ സഞ്ചയാൻ. കടാക്ഷം, തൃക്കണ്ണുകൊണ്ടുള്ള ആ കടാക്ഷം കൊണ്ടാണ് നമ്മളിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്ന ആരാണ്? തൃപ്പാദങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് യാതൊരു സംശയം കൂടാതെ നമ്മളിലേക്ക് എത്തിക്കുകയാണ്, അല്ലേ? യാതൊരു സംശയവുമില്ല. നമോ ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ചയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ശിഷ്യന്മാരെന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശിഷ്യന്മാരുടെ മാത്രമാണോ? ഇവിടെ ഈ ലോകത്തുള്ള എല്ലാ സർവ്വ ജീവജാലങ്ങളുടെയും ദുഃഖത്തെ ശമിപ്പിക്കുന്നവനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മാത്രമാണ് ആശ്രയമെന്ന് ചിന്തിച്ച് ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ആരാണോ ചിത്തശുദ്ധിയോടുകൂടി സമാശ്രയിക്കുന്നത്, അവരെ ഗുരു എന്ത് ചെയ്യുന്നു? ഒരു തീർത്ഥജലം കൊണ്ടോ, ഒരു പഴം കൊണ്ടോ, ഒരു സ്പർശനം കൊണ്ടോ, ഒരു കടാക്ഷം കൊണ്ടോ ഗുരു അവരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെയാക്കും. എങ്ങനെ ഗുരുവിനെ സമീപിക്കണം? മുമ്പേ പറഞ്ഞു. എങ്ങനെയാ ഗുരുവിനെ സമീപിക്കേണ്ടത്? ചിത്തശുദ്ധിയോടെ, നമ്മുടെ ഉള്ളിലെ മനോമാലിന്യങ്ങളെ എടുത്ത് സർവാർപ്പണ ബുദ്ധിയോടെ ആ ഈശ്വര സമർപ്പിതമായി ഗുരുവിനെ സമാശ്രയിച്ചാൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളെ കൈപിടിച്ചുയർത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എങ്ങും ഓടിപ്പോകേണ്ടതില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ചയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ആരാണ് ബ്രഹ്മവിദ്യാ കോവിദൻ? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ബ്രഹ്മവിദ്യാ കോവിദനാണ്. അതായത് ബ്രഹ്മവിദ്യ എന്നാൽ എന്താണ് ബ്രഹ്മവിദ്യ? ബ്രഹ്മവിദ്യ തന്നെയാണ് ആത്മവിദ്യയും. അതായത് യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അറിഞ്ഞതായി തീരുമോ, യാതൊന്നിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അനുഭവിച്ചായതായി തീരുമോ, അങ്ങനെയുള്ള വിദ്യയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ആ ബ്രഹ്മവിദ്യയിൽ പാരംഗതനാണ് ഗുരു. അതായത് ഒരുവന്റെ വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ അക്കാദമികമായുള്ള വിദ്യാഭ്യാസം കൊണ്ട് അവന്റെ വിദ്യാഭ്യാസം അറിവ് പൂർണ്ണമാകുന്നില്ല. പിന്നെ എന്ത് വേണം? ആത്മവിദ്യയും കൂടി സ്വായത്തമാക്കിയെങ്കിൽ മാത്രമേ അവന്റെ വിദ്യാഭ്യാസം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ഒരു ചാന്തോക്യ ഉപനിഷത്തായ ചാന്തോക്യ ഉപനിഷത്തിലെ ഒരു കഥയുണ്ട്. അതായത് ഉദ്ദാലക മഹർഷി മകനായ ശ്വേതകേതുവിനെ 12ാമത്തെ വയസ്സിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി അയച്ചു. 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം തിരികെ എത്തിയ ശ്വേതകേതുവിനെ അതീവ അഹങ്കാരിയും അഹംഭാവിയുമായിട്ടാണ് ആ പിതാവിനെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ പിതാവ് ചിന്തിച്ചു, ഭഗവാനെ, വിദ്യാഭ്യാസത്തിന്റെ ഫലം ഇതാണോ എന്ന് ചിന്തിച്ചു. അങ്ങനെ മകനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മകനെ, നിനക്ക് ഏത് വിദ്യയാണ് അഭ്യസിക്കുന്നത്? ആ വിദ്യ നിനക്ക് പറഞ്ഞു തന്നില്ലേ? എന്താണ് നീ ഇങ്ങനെ അഹംഭാവിയമായി കാണുന്നത്? യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ? യാതൊന്നിനെ മനനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനെയും മനനം ചെയ്തതായി തീരുമോ? യാതൊന്നിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അനുഭവിച്ചതായി തീരുമോ? ആ സത്യത്തെ ഗുരുക്കന്മാർ നിനക്ക് പകർന്നു തന്നില്ലേ? എന്താണ് നീ ഇങ്ങനെ അഹംഭാവിയായിരിക്കുന്നത്? അങ്ങനെ ഒരു സത്യമുണ്ടെന്നും ആ സത്യം അറിഞ്ഞെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം പൂർത്തിയാകൂ എന്നും ഒരു ഉപദേശവും കൂടി കൊടുത്തു. അങ്ങനെ പിതാവ് ചോദിച്ച ചോദ്യം പോലും ശ്വേതകേതുവിന് മനസ്സിലായില്ല. അപ്പോൾ പിതാവ് ആ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞേ, ഒരു മൺകട്ടയെ നമ്മൾ
മനസ്സിലാക്കുകയാണെങ്കിൽ, ശരിയാവണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ മണ്ണ് കൊണ്ടുള്ള സകലതിനെയും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് മൺകട്ട കൊണ്ട് പല പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? മൺപാത്രം കൊണ്ട് കലം, ചട്ടി, കുടം, പല രൂപങ്ങൾ, ഇവയെല്ലാം മണ്ണ് കൊണ്ടുണ്ടാക്കുന്നു. അവിടെ സത്യമായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? മണ്ണ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ജഡവസ്തുക്കളാണ്. വെറും നാമരൂപങ്ങളായ ആ മണ്ണിന്റെ രൂപാന്തരങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാതും. പക്ഷെ യഥാർത്ഥത്തിൽ ആ സത്യമായി നിലകൊള്ളുന്നത് മണ്ണ് മാത്രമാണ്. ആ മണ്ണിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ നിർമ്മിച്ചത്. അപ്പോൾ ഈ മണ്ണിന്റെ സ്ഥാനത്ത് നമ്മൾ ആ ബ്രഹ്മത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ ആത്മാവിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ മൺപാത്രങ്ങളുടെ സ്ഥാനത്ത് പ്രപഞ്ചത്തിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ആത്മാവ് മാത്രമേ ഇവിടെ നിത്യമായിട്ടുള്ളൂ. ആ പ്രപഞ്ചം എന്താണ്? ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്ന വസ്തു മാത്രം, ജഡവസ്തുക്കൾ മാത്രമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വർണ്ണത്തും കൊണ്ട് ഉദാഹരണം പറയാം. സ്വർണം കൊണ്ട് പല ആഭരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? മാലയായും, വളയായും, മോതിരമായും, കമ്മലായും ഒക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ അതിന്റെ സത്ത എന്താണ്? ആ സ്വർണം മാത്രമാണ്. മറ്റുള്ളതെല്ലാം വിവിധ നാമരൂപങ്ങൾ മാത്രമാണ് അല്ലെ, രൂപാന്തരങ്ങൾ മാത്രമാണിത്. യഥാർത്ഥത്തിൽ ഈ സ്വർണത്തിൽ നിന്നും വേർപെട്ട ആഭരണങ്ങൾ ഉണ്ടോ? അതുപോലെ ഈ മണ്ണിൽ നിന്നും വേർപെട്ട ഒരു പാത്രങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ഈ മണ്ണ് മാത്രമാണ് അവിടെ സത്യമായിട്ടുള്ളത്. അതിൽ നിന്നും പഠിപ്പിച്ചത് എന്താണ്? ഈ പ്രപഞ്ചത്തിന് ആദി കാരണമായ ആ പരമാത്മ സത്ത ഒന്ന് മാത്രമാണ് എന്ന് ഗുരു ആ അച്ഛൻ ആ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സത്യത്തെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്. ആ സത്യമാണ് അറിയേണ്ടത്. അതായത് പ്രപഞ്ചത്തിന് ആദി കാരണമായ ആ പരമാത്മ സത്തയിൽ നിന്നാണ് നമ്മളെല്ലാം ഉടലെടുത്തിരിക്കുന്നത്. അതിന്റെ ഓരോ കിരണങ്ങളാണ് ജീവാത്മാക്കളായ നമ്മളെല്ലാം എന്ന് സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണമേ എന്ന് തൃപാദങ്ങൾ ആത്മോപദേശ ശതകത്തിലെ 24ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അവനവൻ അതിന്റെ മുകളില്. അപ്പോൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരണം. എന്താണ് അതിന്റെ അർത്ഥം? അവനവന് വേണ്ടി ചെയ്യുന്ന, അവനവന്റെ സുഖത്തിനായി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും മറ്റുള്ളവരുടെ സുഖത്തെ കൂടി കരുതിയായിരിക്കണമെന്ന് ഗുരു നമ്മോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ അതിന് തൊട്ട് മോളിൽ 2 വരിയുണ്ട്. അതേതാണ്? അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായൊരാത്മരൂപം. അപ്പോൾ അവനെന്നും ഇവനെന്നും നീയെന്നും ഞാനെന്നും ഒക്കെ അറിയുന്നത് ഈ പ്രപഞ്ചത്തിന് ആദി കാരണമായ ആ പരമാത്മ സത്തയ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണമേ എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയുള്ളൂ. ആ തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് നമ്മൾ എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുക നാം അല്ലേ? അങ്ങനെ ആ തിരിച്ചറിവ് വരുമ്പോഴാണ് എല്ലാവരും ആത്മസഹോദരരാണ് എന്ന തിരിച്ചറിവും മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറാനും നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഗുരു അനുകമ്പാദശകത്തിൽ പറയുന്നുണ്ട്, അരുളൻപനുകമ്പ, അരുളില്ല അയതെങ്കിൽ അസ്ഥിതോൾ സ്ഥിരനാറുന്നൊരു ഉടമ്പാണ് നമ്മൾ എന്ന്. അപ്പോൾ നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ അനുകമ്പയുള്ളവരായി ജീവിക്കണം. അതാണ് ഗുരു നമ്മെ ഈ കൃതികളോട് എല്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അല്ലാതെ സന്യസിച്ച് അങ്ങ് മോക്ഷപ്രാഗത്തിലോട്ട് എത്തിച്ചേരണമല്ല, നല്ല മനുഷ്യരായി ജീവിക്കുക. നമ്മൾ ഒന്നായാൽ നന്നാകും, നന്നായാൽ ഒന്നാകും. അങ്ങനെ ഏകോദര സഹോദരന്മാരെ പോലെ നമ്മൾ ജീവിക്കണമെന്ന് ആണ് ഗുരു കൃതികളിലൂടെ എല്ലാം നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൃതികൾ നമ്മൾ മനനം ചെയ്ത് മനസ്സിലാക്കൂ. അതാണ് നമ്മൾ ഭഗവാനോട് ചെയ്യേണ്ട ഒരു നന്ദിയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട. അല്ല ഭഗവാന് കുറെ വസ്തുക്കളോ അല്ലെ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. ഭഗവാനെ നമ്മൾ അറിയുക, നമ്മൾ സ്മരിക്കുക, ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? ബ്രഹ്മവിദ്യാ പൂരിതായ തസ്മൈ ശ്രീ ഗുരവേ നമ. അങ്ങനെയുള്ള ആ സത്യത്തിലേക്ക് എത്തിയ, ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിയ ഗുരുവിനെ നമ്മൾ
നമസ്കരിക്കണം. അതാണ് പറയുന്നത്. ഗുരുവിന്റെ ദർശനം എന്തായിരുന്നു? ഏകലോക മാനവികതയാണ് ഗുരുവിന്റെ ദർശനം, അല്ലേ? ആ ദർശനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദർശന പാതയിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കുവാനായാൽ അതാണ് ആ മഹാത്മാവിനോടുള്ള പുണ്യം. അതുപോലെ ശിശ്രീ കുർബതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ചയാൻ ബ്രഹ്മവിദ്യാ ബോധിതായ തസ്മൈ ശ്രീ ഗുരവേ നമ. അടുത്തത് 5-ാമത്തെ ശ്ലോകം എന്താണ്? വാദിനാം വാദിനി. അവിടെ നിർത്തണം കേട്ടോ. വാദിനി ചൊല്ലുമ്പോ അങ്ങനെ ചൊല്ലാം, നമ്മൾ ഒന്നിച്ചങ്ങ് ചൊല്ലരുത്. വാദിനാം വാദിനി വാചം യമാനാം മൗനഭാഗിനി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താണ് പറയുന്നത്? വാദിനാം വാദിനി. ഗുരു എങ്ങനെയായിരുന്നു? വാദിക്കുന്നവരോട് അതിവാദിയായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വാദിക്കുന്ന പോലെ വാദിക്കുവോ? ഇല്ല. നമ്മളെന്താ വാദിക്കാൻ തുടങ്ങിയ പിന്നെ ഒരന്തവുമില്ല കുന്തവുമില്ല. പക്ഷെ ഗുരു അങ്ങനെ വാദിക്കുമെന്നല്ല പറയുന്നത്. ഗുരു നമ്മളോട് എന്താണ് പറഞ്ഞത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നിങ്ങൾ വർദ്ധിക്കേണ്ടത്. ആ പറഞ്ഞ ഗുരു വാദിക്കുമെന്നല്ല പറഞ്ഞത്. വാദിക്കാൻ വരുന്നവരോട് ഒരു വാക്കുകൊണ്ട് ഗുരു അവരുടെ നാവടപ്പിക്കുമായിരുന്നു. അതായത് 1888 അരികപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തിയ വേളയിൽ ബ്രാഹ്മണാദികൾ അവിടെ വന്നപ്പോൾ ഗുരു എന്താണ് പറഞ്ഞത്? ഈ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അവിടെ മറ്റെന്തെല്ലാം ഗുരുവിന് പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞോ? നമ്മളാണെങ്കിലോ, നീ പോടാ, ഇത് ഞാൻ പ്രതിഷ്ഠിക്കും, നിനക്ക് എന്താണ്? ഇതൊക്കെയല്ലേ നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയല്ല. ഗുരു വാദിക്കുന്നവരോട് വാദിക്കുന്നവനുമായും അത് വാദിക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെ വാചമ്യമാനാം മൗനഭാഗിനി, അതായത് വാക്കുകളെ അടക്കുന്ന മുനിമാരുടെ അടുത്ത് മഹാമുനിയായും വർത്തിക്കുന്നു. വാക്കുകളെ അടക്കുന്ന മുനി, അതായത് 1916 കന്യാകുമാരിയിലെ തിരുവണ്ണാമലയിലുള്ള രമണ മഹർഷിയുടെ സ്കന്ധാശ്രമം തൃപ്പാദങ്ങൾ സന്ദർശിച്ച വേളയിൽ രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളും തമ്മിൽ പരസ്പരം ഉരിയാടിയതേയില്ല. പിന്നെ എങ്ങനെയാണ് അവർ ആശയവിനിമയം നടത്തിയത്? മൗനത്തിലൂടെയാണ് ആ ഋഷീശ്വരന്മാർ ആശയവിനിമയം നടത്തിയത്. അപ്പോൾ യതികളുടെ അടുത്ത് എങ്ങനെയാണ്? യതികളിൽ ശ്രേഷ്ഠനാണ്, അല്ലെ? യതികളിൽ യതിയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. ആ മൗനം ആചരിക്കേണ്ടടുത്ത് മൗനിയുമായിട്ടും വർദ്ധിക്കുന്നു ഭഗവാൻ. അങ്ങനെ വാദിനാം വാദിനി അങ്ങനെ ചൊല്ലാവുള്ളൂ. അവിടെ നിർത്തിയിട്ട് വേണം വാചമ്യമാനാം മൗനഭാഗിനി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരു എങ്ങനെയായിരുന്നു? സർവലോകർക്കും അനുരൂപനായിരുന്നു. ആസ്തികനും നാസ്തികനും ഒക്കെ എല്ലാവരെയും ഒരുപോലെയായിരുന്നു. എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഗൃഹസ്ഥ ശിഷ്യനായ മഹാകവി കുമാരനാശാന്റെ ഗുരുപാദ ദശകം എന്നൊരു കൃതിയുണ്ട്, അറിയാമോ? ഗുരുപാദ ദശകം. ആ കൃതിയിൽ മഹാകവി കുമാരനാശാൻ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വിദ്വാൻ വിദ്വജനങ്ങൾക്ക് അലസരായോർക്കും അജ്ഞർക്കും വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ ബഹുവിലസിതമായി ഹന്തബാലർക്കു ബാലൻ സദ്യോഗീന്ദ്രർക്ക് യോഗീശ്വരനത സകല ജ്ഞാനിവര്യൻ സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഒരു ഗുരുവരനെന്ന് അൻപിൽ ഞാൻ കുമ്പിടും നീ. എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? വിദ്വാൻ വിദ്വജനങ്ങൾക്ക്, വിദ്വാൻമാരുടെ അടുത്ത് വിദ്വാനായും, പിന്നെ വിദ്വാൻ വിദ്വജനങ്ങൾക്ക് അലസരായോർക്കും, അലസന്മാരുടെ അടുത്ത് അലസനായും, അജ്ഞർക്കും അജ്ഞന്മാർക്ക് അടുത്ത് അജ്ഞനായും, ബാലന്മാരുടെ അടുത്ത് ബാലനായും, വൃദ്ധന്മാരുടെ അടുത്ത് വൃദ്ധനായും ഒക്കെ സർവാത്മന വിളങ്ങുന്ന ഒരു മഹാഗുരുവാണ്. അത്തരം അപ്രമേയമായ ആ ഗുരുവിനെ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗുരുവിന്റെ കരുണയെ പറ്റിയും അതിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുപാദ ദശകത്തില്. മാതാവേ പോൽ കരുണ ജനകനെ പോലവേ ക്ഷേമ ചിന്ത പ്രാതാവേ പോലെ ഏന്തുന്നു ഇത് കൃതി സഹജ സ്നേഹവും മോഹമന്യേ.
വേദത്തെ പോലെ ഓതുന്ന അറിവ് നൃപതിയെ പോലെ പാലിച്ചിടുന്നു. ഇന്നേതല്ലോർത്താൽ എനിക്കൻ ഗുരുവരനെന്നൻപിൽ ഞാൻ കുമ്പിടും നീ. അപ്പൊ ഗുരു എങ്ങനെയാണ്? മാതാവിനെ പോൽ കരുണയുള്ളവനാണ് ഗുരു. ജനകനെ പോലെ ക്ഷേമചിന്തയുള്ളവനാണ്. അതായത് അച്ഛനെ പോലെ നമ്മെ പരിപാലിക്കുന്നവനാണ് ഗുരു. ഭ്രാതാവിനെ പോലെ സ്നേഹമുള്ള, ഭ്രാതാവ് എന്താണ്? സഹോദരനെ പോലെ സ്നേഹമുള്ളവനാണ്. പിന്നെ നൃപതിയെ പോലെ പാലിച്ചിടുന്നു. അതായത് രാജാവ് എങ്ങനെയാണോ അവരുടെ കൃത്യന്മാരെ പരിപാലിക്കുന്നത്, അതേപോലെ ഗുരു നമ്മളെ പരിപാലിക്കുന്നു. പിന്നെയോ വേദത്തെ പോലെ അറിവ്, വേദത്തെ പോലെ അറിവുള്ളവനാണ്, ബ്രഹ്മജ്ഞനാണ്, ബ്രഹ്മനിഷ്ഠനാണ് ഗുരു. വേദത്തെ പോലെ അറിവ്, പിന്നെ എന്താണ് പറയുന്നത്? വേദത്തെ പോലെ നൃപതിയെ പോലെ പാലിച്ചിടുന്നു. ഇന്നേതല്ലോർത്താൽ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഭഗവാനെ അങ്ങേ ആ പാതാരബിന്ദത്തിൽ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്ര അപ്രമേയമായ ഒരു ഗുരുവിനെ നമ്മൾക്ക് ലഭിച്ചല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ പ്രാമാണിക ഗ്രന്ഥമാ ഏതാണ്? ബൈബിള്. നമ്മളുടെ ഏതാ? നമ്മളുടെ ഏതാ? വേദങ്ങളാണ്. അവരുടെ ചോദിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും അല്ലേ? നമ്മളുടെ ചോദിച്ചാൽ നമുക്കറിയില്ല. അതാണ് നമ്മളുടെ കുഴപ്പം. ഈ വേദപുസ്തകം എന്നൊരു പേരുണ്ടോ? അതിന് ഉണ്ടോ? വേദപുസ്തകം, ബൈബിളിന് വേറൊരു പേരുണ്ട്, വേദപുസ്തകം. ഉണ്ടോ? എന്താണ് വേദം? അറിവാണ്. വേദാന്തം അറിവിന്റെ അവസാനം. അപ്പൊ നമ്മളുടെ വേദാന്തം തന്നെയാണ് എന്ത്? അവരുടെ ബൈബിള്. പക്ഷെ ആരെങ്കിലും പറയുമോ? ഇതെല്ലാം ഒന്ന് തന്നെ എന്ന തത്വമാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മളുടെ പ്രാമാണിക ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മറക്കരുത് കേട്ടോ. വേദങ്ങളും ഉപനിഷത്തുകളുമാണ് നമ്മളെ ഈ ആത്മസത്ത അല്ലെങ്കിൽ പരമാത്മസത്ത, ആ സത്യത്തിലേക്കുള്ള വഴി നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഗുരു സർവലോകാനുരൂപനായിരുന്നു. ഗുരു സർവർഗം അനുരൂപനായിരുന്നു. വാദിനാം വാദിനി വാചം യമാനാം മൗനഭാജിനി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമ. അപ്രകാരമുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ആറാമത്തെ മന്ത്രത്തിലേക്ക് കടന്നാൽ യസ്യനഃ കൽപതേ സിദ്ധ്യൈ പാദാംബുജഗജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയെ ഇല്ലാതെയാക്കണമെങ്കിൽ ഒരു ഗുരുവിനെ സമാശ്രയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യസ്യനഃ കൽപതേ സിദ്ധ്യൈ പാദാംബുജഗജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആരാണോ, യാതൊരു ഗുരുവാണോ നമ്മൾക്ക് ഈശ്വരപ്രാപ്തിയെ, ഈശ്വര സാക്ഷാത്കാരത്തെ ലഭിക്കുന്നത് എവിടെ നിന്നാണോ, ആ ഏതൊരു ഗുരുവിന്റെ പാദരേണുക്കളിൽ നിന്നാണ് നമ്മൾക്ക് ഈശ്വര പ്രാപ്തി ലഭിക്കുന്നുവോ ആ ഗുരുവിനെ ആയിക്കൊണ്ട് നമസ്കാരം. അപ്രകാരമുള്ള ഒരു ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ അവസാനത്തെ മന്ത്രത്തിലൂടെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ നമ്മളുടെ ഉള്ളിലെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ അകറ്റി ആ ഗുരുവിനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ, ആ അറിവിലേക്ക് നയിക്കണമെങ്കിൽ ആ ഗുരുവിനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ ദേവീ ദേവന്മാരെയൊക്കെ നമ്മൾ ആരാധിക്കുന്നു, ഉപാസിക്കുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നത് പുരുഷാർത്ഥങ്ങളായ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷമുണ്ട്, നാലാമത്തത്. പക്ഷെ ദേവീ ദേവന്മാരെ സമാശ്രയിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് ആദ്യത്തെ മൂന്നെണ്ണമാണ്. അതായത് ധർമ്മവും അർത്ഥവും കാമവുമാണ്. കാമം ആഗ്രഹങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നു. പക്ഷേ ആ പരമാത്മമായ ആ ശാന്തിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കണം? ആ അറിവിലേക്ക്, ആ പ്രകാശത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്?
ഗുരുവിനെയാണ്. ശ്രീനാരായണ പരമഹംസദേവനായ ആ ശ്രീനാരായണ ഗുരു തൃപാദങ്ങളെ, അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ആ പരമാത്മ ചൈതന്യത്തെ നമ്മൾ സമാശ്രയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. പ്രാർത്ഥനയിലെ അവസാനത്തെ ഗുരു എന്താണ് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്? എന്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ ആ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ പരമപദം പ്രാപിക്കണമെങ്കിൽ, ആ ശാശ്വതമായ സത്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ആ സത്യത്തിനെ അറിയണമെങ്കിൽ, ആ പ്രകാശത്തെ അറിയണമെങ്കിൽ, പ്രകാശ സ്വരൂപനായ ഒരു ഗുരുവിനെ സമാശ്രയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന ആ വലിയ തത്വമാണ് നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരല്പമെങ്കിലും ഗുരുശക്തത്തെ കുറിച്ച് മനസ്സിലായോ? ആയോ? അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ഗുരുവിൻ്റെ കൃതികൾ ആലപിക്കുന്നതും ശിഷ്യന്മാരാൽ രചിക്കപ്പെട്ട കൃതികൾ ആലപിക്കുന്നതും ഒക്കെ. ഇതൊക്കെ നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കണം. അതുപോലെ ശ്രീനാരായണ പരമ ഗുരുവേ എന്നാണോ നമ്മൾ ചൊല്ലേണ്ടത്? ശ്രീനാരായണ പരമ ഗുരവേ എന്നാണോ ചൊല്ലേണ്ടത്? ഗുരവേ എന്നാണ് ചൊല്ലേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഗുരവേ? നമ്മൾക്ക് ഒരാൾ പറഞ്ഞു തന്നത് കേട്ട് നമ്മൾ അങ്ങ് ചൊല്ലിയതല്ലേ? പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, എന്തുകൊണ്ടാണ് ശ്രീനാരായണ പരമ ഗുരവേ എന്ന് കീർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതായത് ഗുരു ആരാണ്? ഗു എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധകാരം. രു എന്നാൽ രോധിക്കുന്നത്. അന്ധകാരത്തെ ഇല്ലാതെയാക്കി പ്രകാശം തരുന്ന ഗുരു ആരാണ്? പരമമായ ദൈവം തന്നെയാണ്. നമ്മളിലുള്ള അറിവില്ലായ്മയെ ഇല്ലാതെയാക്കി അവിടെ വെളിച്ചം പകർന്നു തരുന്നു. ഓരോ ജീവനും എന്താണെന്നാ പറഞ്ഞേ? ആത്മചൈതന്യമാണ്. ഓരോ ജീവനും ആത്മചൈതന്യമാണ്. നാം ശരീരമല്ല, അറിവാകുന്നു, ഈശ്വരനാകുന്നു എന്ന ആ പരമാർത്ഥം മനസ്സിലാകാനാകാതെ നിർഭാഗ്യവശാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾ ആടലാങ്കടലിലാണ്, സംസാര ദുഃഖത്തിലായതുകൊണ്ട് നമ്മൾക്ക് ആ പരമാർത്ഥത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ആരാഞ്ഞ് അടുത്തെത്തുന്നവര്, ആരാണോ അന്വേഷിച്ച് ഗുരുനികടത്തിലെത്തുന്നവരെ സദ്ഗുരുക്കന്മാർ ആ വെളിച്ചത്തിന്റെ മാർഗം പറഞ്ഞു കൊടുത്ത് അവരുടെ അറിവില്ലായ്മയിൽ നിന്നും ആ വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുന്ന ഗുരുക്കന്മാരെയാണ് പരമദൈവമായിട്ട് കരുതപ്പെടുന്നത്. പരമദൈവം തന്നെയാണ്. ജ്ഞാനോപദേശം നൽകുന്നതിൽ ശ്രേഷ്ഠനായതുകൊണ്ടാണ് പരമഗുരവേ എന്ന് കീർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പരമഗുരു അല്ല ഗുരവേ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ സംസ്കൃത മന്ത്രങ്ങളാണ്. സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയും ആ മന്ത്രത്തിനുണ്ട്. ഓരോ മന്ത്രത്തിനുണ്ട്. ഒരു സംസ്കൃത പദത്തിന് 7 വിഭക്തികളും 3 വചനങ്ങളുമാണുള്ളത്. 7 വിഭക്തികളും 3 വചനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ അതായത് പ്രഥമം, ദ്വിതീയം, തൃതീയം, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തതി, അങ്ങനെ 7 വിഭക്തികളുമുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് 3 വചനങ്ങളുമുണ്ട്. അതായത് ശ്രീനാരായണ പരമ ഗുരവേ നമഃ, അതായത് ഗുരുവിനായി, ശ്രീനാരായണ ഗുരുവിനായി കൊണ്ട് നമസ്കാരം എന്ന് വരണമെങ്കിൽ ഗുരു എന്ന പദത്തെ ചതുർത്ഥി വിഭക്തിയിൽ പ്രയോഗിക്കണം. അതായത് ചതുർത്ഥി ഏകവചനമാണ് ഗുരവേ എന്ന് വരുന്നത്. അതായത് സംസ്കൃത ഗുരു എന്നല്ല ഗുരവേ എന്ന് വരുന്നത്. സംസ്കൃത വ്യാകരണ നിയമം അനുസരിച്ച് നമഃ, സ്വസ്തി, സ്വാഹ എന്നിവയെല്ലാം ഈ ചതുർത്ഥി ഏകവചനത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീനാരായണ പരമ ഗുരവേ എന്ന് നമഃ എന്ന് കീർത്തിക്കുന്നത്. ദീർഘദണ്ഡ നമസ്കാരം ഗുരുസന്നിധോ എന്നാണ്. നിർലജ്ഞോ ഗുരുസന്നിധോ എന്നാണ്. ഗുരുവിന്റെ അടുത്ത് നിർലജ്ഞതയോടുകൂടി ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത ഗുരുവിനെ സമാശ്രയിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ പോയി തൊഴുതുകൊണ്ട് നിന്നാൽ ഏതെങ്കിലും ഒരു ശബ്ദം അടുത്ത ആളുണ്ടോന്ന് നമ്മളൊന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ ഭഗവാനോട് നമ്മളുടെ
ആ സങ്കടങ്ങൾ പറയണമെങ്കിൽ അടുത്താരെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണം. ഒന്നും നോക്കണ്ട. നമ്മൾ ഭഗവാനെ ആ പാതാരവിന്ദങ്ങളിൽ ലജ്ജ കൂടാതെ സമാശ്രയിച്ചാൽ ആ പുഷ്പങ്ങൾ നമ്മളുടെ ഹൃദയ കമലങ്ങൾ ഇറുത്തെടുത്ത് ആ ഭഗവാനെ അർപ്പിച്ചാൽ ആ മഹാഗുരു നമ്മളെ കൈവിടാതെ കാത്തുകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ നമ്മൾക്ക് ഗുരു അരുതേ എന്ന് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മദ്യം കുടിക്കരുത്, കൊടുക്കരുത്, ഉണ്ടാക്കരുത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ചെയ്യും? ഇവിടെ ഉള്ളവരാരും മദ്യപിക്കത്തില്ലെന്നറിയാം. അപ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ എന്തൊക്കെ ദുഷ്കർമ്മങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം പാപകർമ്മങ്ങളാണ് നടക്കുന്നത്, ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? മദ്യവും മയക്കുമരുന്ന് ലഹരിയുമാണ്. അല്ലേ? ആണോ? ഇന്ന് പത്രത്തിൽ വായിച്ചു, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു അമ്മാവൻ. അല്ലേ? എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തും കൊലപാതകവും നടക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് നമ്മൾക്ക് ഇപ്പോഴുള്ളത്. അപ്പോൾ മദ്യപാനം കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? അത് എല്ലാവർക്കും അറിയാം എന്താണ് ഉണ്ടാകുന്നത്. ഒരു കഥയിലൂടെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് പണ്ട് ഐത്തവും അനാചാരവും കൊടികുത്തി വാണിരുന്ന കാലത്തെ ഒരു കഥയാണ്. ഒരു ബ്രാഹ്മണ പുരോഹിതൻ രാജവീതിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ എതിരെ ഒരു ചണ്ടാല സ്ത്രീ നടന്നു വരുന്നു. ആ ചണ്ടാല സ്ത്രീയുടെ തലയിൽ ഒരു കുടം ഉണ്ട്, ഒക്കത്തൊരു കുഞ്ഞുമുണ്ട്. എതിരെ വന്ന ചണ്ടാല സ്ത്രീയോട് ബ്രാഹ്മണ പുരോഹിതൻ പറഞ്ഞു, വഴി മാറൂ എന്ന്. അന്നെന്താണ്? തൊടാൻ പറ്റുമോ? കാണാൻ പോലും സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ചണ്ടാല സ്ത്രീ പറഞ്ഞു, വഴി മാറില്ല, താങ്കൾക്ക് വേണ്ടി വഴി മാറില്ല എന്നല്ല, തങ്ങളെ ഒരടി മുന്നോട്ടോ പിന്നോട്ടോ പോകുവാൻ അനുവദിക്കുകയുമില്ല എന്ന് ആ ചണ്ടാല സ്ത്രീ തറപ്പിച്ചു പറഞ്ഞു. അതായത് അങ്ങനെ തങ്ങളെ മുന്നോട്ട് വിടണമെങ്കിൽ, മുന്നോട്ട് വഴി നിങ്ങൾക്ക് വേണ്ടി മാറിത്തരണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറയുന്ന 3 ആവശ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാധിച്ചു തന്നെങ്കിൽ മാത്രമേ വഴി മാറിത്തരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണ പുരോഹിതൻ വിഷമവൃത്തത്തിലായി. എന്താണ് ചെയ്യുന്നത്? ആ ചണ്ടാല സ്ത്രീയെ പിടിച്ചു തള്ളി മാറ്റിയിട്ടിട്ട് പോകാൻ സാധിക്കുമോ? ഇല്ല, അയിത്തമാണ്. അപ്പോൾ ഇനി ഇതിന് ഈ 3 ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആരാഞ്ഞു. ഇതിലേതെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കാതെ എനിക്കിവിടുന്ന് പോകാൻ യാതൊരു രക്ഷയുമില്ല. അപ്പോൾ ചോദിച്ചു, ആട്ടെ നിന്റെ 3 ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ചണ്ടാല സ്ത്രീ പറഞ്ഞു, എന്റെ 1ാമത്തെ ആവശ്യം, എന്റെ തലയിലിരിക്കുന്ന കുടം നിറച്ച് മദ്യമാണുള്ളത്. ആ മദ്യത്തിൽ അല്പം മദ്യം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വഴി മാറിത്തരാമെന്ന് പറഞ്ഞു. കേട്ടോ? വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അപ്പൊ ആ ബ്രാഹ്മണ പുരോഹിതൻ പറഞ്ഞു, മദ്യം കുടിക്കുകയോ? മദ്യം കുടിക്കുന്നത് പാപമാണ്, ചെയ്യുകയില്ല, സാധ്യമല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഇവിടുന്ന് പോകണമെങ്കിൽ ഇനി 2 ആവശ്യങ്ങളും എന്റെ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് സാധിച്ചു തന്നാൽ താങ്കൾക്ക് ഇവിടുന്ന് പോകാം എന്ന് ബ്രാഹ്മണ പുരോഹിതനോട് പറഞ്ഞു. അപ്പോൾ ആട്ടെ തന്റെ 2ാമത്തെ ആവശ്യം എന്താണ്? അപ്പോൾ ചണ്ടാല സ്ത്രീ പറഞ്ഞു, 2ാമത്തെ ആവശ്യം, എന്നെ താങ്കളുടെ ഭാര്യയായി ഒരു നിമിഷത്തേക്ക് സ്വീകരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ 1ാമത്തെ ആവശ്യം പറഞ്ഞു, സാധ്യമല്ല. 2ാമത്തെ ആവശ്യം, താങ്കളുടെ ഭാര്യയായി ഒരു നിമിഷത്തേക്ക് എന്നെ സ്വീകരിക്കണം. ബ്രാഹ്മണ പുരോഹിതൻ ഞെട്ടിപ്പോയി. ഈ വികൃതയായ ചണ്ടാല സ്ത്രീ എന്റെ ഭാര്യയാവുകയാണ്, അത് സാധ്യമല്ല. തന്നെയുമല്ല, പരപുരുഷന്റെ ഭാര്യയെ പ്രാപിക്കുന്നത് ഹീനമായ പ്രവൃത്തിയാണ്, അത് സാധ്യമല്ല എന്ന് ബ്രാഹ്മണ പുരോഹിതൻ ഉറപ്പിച്ചു പറഞ്ഞു. ആട്ടെ, എന്നാ താങ്കളെ പോകാൻ അനുവദിക്കുകയില്ല. അപ്പോൾ നിന്റെ 3ാമത്തെ ആവശ്യം എന്താണ്? ഏതെങ്കിലും ഒരു ആവശ്യം നടത്തി കൊടുക്കാതെ ഇവിടുന്ന് പോകുവാൻ കഴിയുകയില്ല. 3ാമത്തെ ആവശ്യം എന്താണെന്ന് ചോദിച്ചോ പുരോഹിതൻ പറഞ്ഞു, ചണ്ടാല സ്ത്രീ പറഞ്ഞു, എന്റെ ഒക്കത്തിരിക്കുന്ന ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ളതാണ് എന്റെ 3ാമത്തെ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണ പുരോഹിതൻ ഞെട്ടിപ്പോയി. എന്റെ ബാലഹത്യ മഹാപാപമാണ്, ബ്രഹ്മഹത്യയെക്കാളും മഹാപാപമാണ് ആത്മഹത്യയെക്കാളും മഹാപാപമാണ് ബാലഹത്യ എന്നുള്ളത്. ഒരിക്കലും ഞാൻ ചെയ്യില്ല, സാധ്യമല്ല
സാധ്യമല്ല, ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ചണ്ടാല സ്ത്രീ പറഞ്ഞു, അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ താങ്കളെ അല്പം പോലും മുന്നോട്ട് കടത്തിവിടുവാൻ എനിക്കും സാധ്യമല്ല. അങ്ങനെ ഉറച്ച നിലപാട് ആ സ്ത്രീ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രാഹ്മണ പുരോഹിതൻ ചിന്തിച്ചു, ഇനിയും ഒരു രക്ഷയുമില്ല, ഇവരുടെ ഏതെങ്കിലും ഒരു ആവശ്യം സാധിക്കാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ലല്ലോ. ആട്ടെ, ഇതിലേറ്റവും ലളിതമായുള്ളത് എന്താണ്? ഈ 3 ആവശ്യം പറഞ്ഞതിൽ ഏറ്റവും ലളിതമായിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? മദ്യം കുടിക്കുക. അപ്പൊ ആ കുടത്തിലിരിക്കുന്ന അല്പം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടുന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചു. അപ്പൊ പറഞ്ഞു, എന്നാ കുറച്ച് മദ്യം തരൂ, ഞാൻ മദ്യം കുടിച്ചതിന് ശേഷം എന്നെ ഇവിടുന്ന് വഴിമാറി വിട്ടുകൊള്ളുക. അപ്പൊ അങ്ങനെ ബ്രാഹ്മണ പുരോഹിതൻ ചണ്ടാല സ്ത്രീയോട് ആ കൈക്കുള്ളിലേക്ക് അല്പം മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ബ്രാഹ്മണ പുരോഹിതന്റെ അല്പം കുടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ പുരോഹിതൻ ഒരു പൊടി രസമൊക്കെ തോന്നി. ഇത് കൊള്ളാമല്ല സാധനം, ആദ്യമായിട്ട് കുടിക്കുക. അപ്പോ കുടിക്കുന്നവർക്കറിയാം, ഈ തോലുഴം ഇല്ലേ, തോലുഴം ശാഖയിലെ ആരും കുടിക്കത്തില്ല, എനിക്കറിയാം. അവരെ ഒന്നും അല്ല പറഞ്ഞത്, മദ്യം കുടിക്കുന്നവരെയാണ് പറഞ്ഞത്. അപ്പോൾ അല്പം മദ്യം കുടിച്ചപ്പോൾ ഒരു പൊടി രസമൊക്കെ തോന്നി, ഇത് കൊള്ളാമല്ലോ സംഗതി. അപ്പോൾ അല്പം കൂടി തരൂ എന്ന് ആ ചണ്ടാല സ്ത്രീയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ചണ്ടാല സ്ത്രീ പറഞ്ഞു, സാധ്യമല്ല, താങ്കളോട് അല്പം മദ്യം കുടിക്കുവാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്, താങ്കൾ അത് കുടിക്കുകയും ചെയ്തു, ഇനിയും പൊക്കോളൂ, താങ്കളെ ഞാൻ വിട്ടിരിക്കുന്നു, വഴിമാറി തന്നിരിക്കുന്നു. പക്ഷേ ബ്രാഹ്മണ പുരോഹിതൻ സമ്മതിച്ചോ? അതിന്റെ സുഖത്തിൽ അല്പം കൂടി മദ്യം വേണം എന്ന് അവരോട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. ചണ്ടാല സ്ത്രീ മറ്റു വഴിയില്ലാതെ കുറച്ചുകൂടി മദ്യം അവർക്ക് പകർന്നു കൊടുത്തു. അത് കുടിച്ചതും വീണ്ടും അതിലേ സുഖമാണ് അനുഭവിച്ചത് എന്നാണ് പറയുന്നത്. ആ സുഖം അനുഭവിച്ചതും മുഴുവൻ അവരെ ബലപ്രയോഗത്തിലൂടെ ആ കുടത്തിലുള്ള മുഴുവൻ മദ്യവും ആ ബ്രാഹ്മണ പുരോഹിതൻ അകത്താക്കി. അങ്ങനെ ആ ബ്രാഹ്മണ പുരോഹിതന്റെ ബോധം നശിച്ചു. ബോധം നശിച്ചു കഴിയുമ്പോഴേ എന്താണ്, അടുത്ത് നിൽക്കുന്നതെല്ലാം സുന്ദരമാണ് എന്ന് തോന്നും. അടുത്ത് നിൽക്കുന്ന ചണ്ടാല സ്ത്രീ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന അപ്സരസാണ് എന്ന് ആ ബ്രാഹ്മണ പുരോഹിതന് തോന്നി. ഈ അപ്സരസിനെ എനിക്ക് പ്രാപിക്കണം, ഈ അപ്സരസിനെ ദേവലോകത്ത് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ, ഇത്തര സുന്ദരിയായ ഒരു സ്ത്രീയെ. ഈ സ്ത്രീയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, എനിക്ക് ഈ സ്ത്രീയെ ഭാര്യയായി വേണം. അങ്ങനെ ആ ചണ്ടാല സ്ത്രീയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. കീഴ്പ്പെടുത്താൻ ആരംഭിച്ചതും വേറെ എന്താണ് ഒരു തടസ്സം അവിടെ ഉള്ളത്? ആ കുഞ്ഞ് ആ ഒക്കത്തിരിക്കുകയാണ് അല്ലേ? ആ കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ബലപ്രയോഗിച്ചപ്പോൾ ആ കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണ പുരോഹിതന് ദേഷ്യമായി. ഈ കുഞ്ഞ് എന്റെ മാർഗത്തിന് തടസ്സമാകും എന്ന് ചിന്തിച്ചു. തന്നെയുമല്ല, ഞാനൊരു ബ്രാഹ്മണ പുരോഹിതനാണ്, ഞാൻ ചെയ്ത ഹീനകൃത്യങ്ങൾ, പാപകർമ്മങ്ങൾ മറ്റുള്ളവർ അറിയുവാനിടയാകും. എങ്ങനെ ഈ കുഞ്ഞ് നിലവിളിച്ചാൽ അല്ലെ? നിലവിളി കേട്ടോണ്ട് എല്ലാവരും ഓടി വരികയും മറ്റുള്ളവരിത് എന്റെ പാപത്തെ, ഞാൻ ചെയ്ത പാപകർമ്മങ്ങൾ അവരറിയുകയും ചെയ്യും. അതുകൊണ്ട് ഇനി കുഞ്ഞിനെ ഇങ്ങനെ ഇവിടെ ആവശ്യമില്ല, ഇതിനെ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ ബലപ്രയോഗത്തിലൂടെ ആ ചണ്ടാല സ്ത്രീയുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്ത് നിലത്തടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ആ നിലത്തടിച്ച് കൊന്നതിന് ശേഷം ആ ചണ്ടാല സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഏറ്റവും ലളിതമെന്ന് കരുതിയ ആ മദ്യപാനമാണ് ആ ബ്രാഹ്മണ പുരോഹിതനെ മറ്റെല്ലാ ഹീനകർമ്മവും ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മദ്യം ഒരല്പം കുടിച്ചതേ ഉള്ളൂ. മദ്യവും മയക്കുമരുന്നും കൊണ്ട് നമ്മളുടെ ഈ സമൂഹം എവിടേക്കാണ് പോകുന്നത്? മദ്യത്തിൽ നിന്നും മോചനം നേടൂ. ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പാപകർമ്മങ്ങളും ഈ മദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ
മൊബൈലിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. ഇന്നെല്ലാം വിരൽത്തുമ്പിൽ നമ്മൾക്ക് ലഭ്യമാകും അല്ലേ? ഒന്ന് വിരൽത്തുമ്പിൽ മതി, എന്ത് വേണമെങ്കിലും ഇന്ന് ലഭ്യമാകും. ഈ ഒരു സമൂഹത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ആത്മീയതയുടെ പാതയിലേക്ക് നയിച്ചെങ്കിൽ മാത്രമേ അവരെ നമ്മൾക്ക് രക്ഷപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ശാഖാ ഭാരവാഹികളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഗുരുകൃതികൾ പഠിച്ച് അവരിലേക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചാൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാകും. അത് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, മൈക്കില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അത് ചെയ്യണം. അത് നമ്മൾ അത് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അവരെ കുറച്ചെങ്കിലും ആത്മീയ പാതയിൽ എത്തിച്ചേർന്ന് അവരെ നല്ല കുട്ടികളായി നമ്മൾക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കഥയിലൂടെ മദ്യം വരുത്തി വെച്ച വിന എന്താണ്? ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? മദ്യം വിഷമാണ്, ഉണ്ടാക്കല്ലേ, കൊടുക്കല്ലേ, കുടിക്കല്ലേ എന്ന് ഗുരു നമ്മളോട് ആജ്ഞാപിച്ചു. ഗുരു ഈ 2 കാര്യങ്ങളാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കണം, അറിവില്ലാത്തതിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുകയും മദ്യവും മധുരയും കുടിച്ച് കിടക്കുന്ന ജനങ്ങളെ ആ കഷ്ടപ്പാടിൽ നിന്നും അവരെ ഉയർത്തണം, ആത്മീയമായും ഭൗതികമായും ഉയർത്തണം. അതിനുവേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളിലേക്ക് ആത്മീയത നിറയ്ക്കുവാനും നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാനും തിരുവവതാരം ചെയ്ത ആ അഖണ്ഡ സച്ചിദാനന്ദ മൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അപ്പോൾ ആത്മീയത എന്താണ്? ആത്മീയ പ്രഭാഷണം എന്താണ്? അതുകൂടെ സമയം കഴിഞ്ഞില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ആത്മീയ പ്രഭാഷണം, നമ്മൾ ആത്മീയ പ്രഭാഷണം ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണത്? ആത്മീയത അവനവനെ കുറിച്ചറിയുന്നതാണ് ആത്മവിദ്യ. നമ്മളെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുമോ? മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എന്താണ് ആത്മീയ പ്രഭാഷണം? ആത്മാവിനെ കുറിച്ചുള്ള ഭാഷണമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ആത്മാവിനെ അറിയുന്നത്? യാതൊരു പ്രയോജനവും ലഭിക്കാതെ ഒന്നും ചെയ്യാത്ത, ഒന്നും പ്രവർത്തിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് എന്ത് നേടാനാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? ആത്മാവിനെ അറിയുന്നവൻ ശോകമോഹങ്ങളെ തരണം ചെയ്യും. അതായത് സംസാര ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ